എല്ലാത്തിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. സാഹചര്യങ്ങൾ പലപ്പോഴും വ്യാജം പറഞ്ഞ് നമ്മളെ നിരാശപ്പെടുത്താൻ ശ്രമിക്കും. ചിലയിടത്ത് പിശാച് ഇപ്രകാരം സത്യത്തെക്കാൾ സത്യമെന്ന് തോന്നിപ്പിക്കുന്ന അളവിൽ വ്യാജമുണ്ട്. നമ്മുടെ ചുറ്റും ഇഷ്ടംപോലെ സത്യങ്ങൾ കാണും, ഇഷ്ടംപോലെ യാഥാർത്ഥ്യങ്ങൾ കാണും. പക്ഷെ അതിൽ ഏതാണ് എൻ്റെ ജീവിതത്തിലെ യാഥാർത്ഥ്യം, എൻ്റെ ജീവിതത്തിലുള്ള സത്യം എന്തെന്ന് ഇന്നത് നമ്മുടെ ചോയ്സാണ്. റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 25-ാമത് വാക്യം. ദൈവത്തിൻ്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ചു ആരാധിച്ചു. അവൻ എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ വായിച്ചു കേട്ടത് വളരെ സിമ്പിളാണ്. ആമേൻ. ദൈവമെന്ന സത്യത്തെ അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. ഇത് ഇന്നലെയും ഇന്നും എഴുതി ചേർക്കപ്പെട്ട ഒരു ഭാഗമല്ല നമ്മളിവിടെ വായിച്ചു കേട്ടത്. ഇത് ആമേൻ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ആമേൻ റോമർക്ക് പൗലോസ് അപ്പോസ്തലൻ ലേഖനം എഴുതുമ്പോൾ താൻ ദൈവത്തിൻ്റെ ആത്മാവിനാൽ എഴുതി പിടിപ്പിച്ചൊരു ഭാഗമാണ്. ഹല്ലേലൂയ. പക്ഷേ ഇന്ന് ഈ വാക്യത്തിൻ്റെതായിട്ടുള്ള പ്രസക്തിയെ പറ്റി നാം പരിശോധിക്കുമ്പോൾ ആമേൻ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപുണ്ടായതിലും ആമേൻ വലിയൊരു പ്രസക്തി 2024 അല്ലെങ്കിൽ 21-ാം നൂറ്റാണ്ടിലുണ്ട്. കാരണം ഇന്ന് നമ്മുടെ ചുറ്റുപാട് നോക്കുമ്പോൾ ആമേൻ ഒരുപാട് വ്യക്തികൾ പലരും ആമേൻ ദൈവത്തിൻ്റെതായിട്ടുള്ള ആമേൻ ദൈവവിരുദ്ധമായ രീതിയിൽ ആമേൻ ദൈവത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ആമേൻ ദൈവത്തെ വ്യാജമാക്കി കളഞ്ഞുകൊണ്ട് ഇന്ന് പലരും എഴുന്നേൽക്കുമ്പോൾ ആമേൻ ദൈവത്തിൻ്റെ സഭ മറന്നു പോകരുത്. ആമേൻ വചനത്തിനകത്ത് ഇതൊക്കെ വ്യക്തമായി അറിഞ്ഞിട്ട് ആമേൻ പൗലോസ് പരിശുദ്ധാത്മാവിനാൽ എഴുതി ദൈവത്തിൻ്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചു. അവൻ എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ, ഹല്ലേലൂയ. ആരൊക്കെ ഈ ദൈവമെന്ന സത്യത്തെ വ്യാജമാക്കിയാലും പൗലോസ് പറയുക ഇല്ല, അവൻ എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ഹല്ലേലൂയ. ആര് അവൻ ദൈവത്തിനെതിരെ തിരിഞ്ഞു എന്ന് പറഞ്ഞാലും, ആര് ദൈവത്തിൽ നിന്ന് തിരിഞ്ഞു എന്ന് പറഞ്ഞാലും, ആര് ദൈവത്തിൽ നിന്ന് അകന്നു എന്ന് പറഞ്ഞാൽ അവൻ ദൈവത്തിൻ്റെതായിട്ടുള്ള പ്രാധാന്യതയ്ക്കോ ദൈവത്തിൻ്റെതായിട്ടുള്ള ശ്രേഷ്ഠതയ്ക്കോ ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കോ ഒരു മാറ്റവുമില്ല. അവൻ എന്നേക്കും അവൻ നമ്മുടേതായിട്ടുള്ള സ്തുതികൾക്കും സ്തോത്രത്തിനും യോഗ്യനായ വാഴ്ത്തപ്പെട്ട ശ്രേഷ്ഠനായ ദൈവമത്രേ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് സംസാരിക്കുവാനായി ആഗ്രഹിക്കുന്നത് ആമേൻ സത്യം തിരിച്ചറിയണം. ഹല്ലേലൂയ, ആമേൻ. ദൈവമെന്ന സത്യത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യത നൽകണം. ഞാൻ ഇന്ന് പറയുന്നത് നമ്മളെല്ലാവരും നിരക്ഷരാധിയായി എന്നല്ല, പക്ഷെ അതിലുപരിയായി ഇന്ന് നാം ദൈവവിശ്വാസികളായിരിക്കെ തന്നെ പലപ്പോഴും നമ്മുടെ സാഹചര്യങ്ങൾക്ക് നാം സ്ഥാനം കൊടുത്തിട്ട് ദൈവമെന്ന സത്യത്തെ നമ്മൾ വ്യാജമാക്കുന്ന സാഹചര്യങ്ങളുണ്ട്. ഹല്ലേലൂയ. ഒന്നും പിടിയിട്ടില്ല എന്ന് എനിക്കറിയാം. പലപ്പോഴും നമ്മൾ ആമേൻ വ്യാജം കൊണ്ട് ജീവിക്കാറുണ്ട്. നമ്മുടേതായിട്ടുള്ള സ്ഥിതിഗതികൾ കാരണം, നമ്മുടെ ജീവിതത്തിലുള്ള പ്രതിസന്ധികൾ കാരണം, നമ്മുടെ ജീവിതത്തിലുള്ള ആമേൻ നെഗറ്റീവായിട്ടുള്ള മോശമായ സാഹചര്യങ്ങൾ കാരണം പലപ്പോഴും നമ്മൾ സർവൈവ് ചെയ്യുവാൻ, പലപ്പോഴും നമ്മൾ അതിജീവിക്കുവാൻ നമ്മൾ പലപ്പോഴും വ്യാജത്തിന് കൂട്ടു നിൽക്കാറുണ്ട്. ഒരു സുഖം തോന്നാനായിട്ട്, ഒന്ന് രക്ഷപ്പെടാനായിട്ട്, ഒന്ന് ചിലരെയൊക്കെ ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യുവാൻ, ചിലരെയൊക്കെ നമ്മൾ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വ്യാജത്തിന് കൂട്ടു നിൽക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ എൻ്റേതായിട്ടുള്ള കോളേജ് ജീവിതത്തിലുള്ള അനുഭവങ്ങൾ പറഞ്ഞാൽ, ഞങ്ങൾക്ക് കൊയർ പ്രാക്ടീസ് ഏകദേശം എല്ലാ ദിവസവും, ഒട്ടുമുക്കാൽ എല്ലാ ദിവസവും ഉണ്ട്. എല്ലാ ദിവസവും വൈകിട്ട് 4 മണി ആണ്, 4:30 ബഫർ ടൈം. 4:30 അകത്ത് വെച്ച് പ്രാക്ടീസ് എല്ലാ ദിവസവും ഉണ്ടായിരിക്കും വൈകിട്ട്. ഞങ്ങൾക്ക് ചില ദിവസമൊക്കെ ക്ലാസ് 2:30 ആകുമ്പോഴൊക്കെ കഴിയും. നേരത്തെ ക്ലാസ് കഴിയുന്ന ദിവസം വീട്ടിൽ പോയിട്ടാണ് പിന്നെ കോളേജിൽ തിരിച്ചു പോകുന്നത് പ്രാക്ടീസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ഒരു പ്രത്യേകതയാണ്, നമ്മൾ എല്ലായിടത്തും ലേറ്റസ്റ്റ് ആയിട്ടേ പോകത്തുള്ളൂ. ഹല്ലേലൂയ. ഈ സിനിമയിലുള്ള ഡയലോഗ് പോലെ ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായി വരുന്നത് പോലെ അല്ല. ലേറ്റായി പോകുമ്പോഴുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ ID കാർഡ് ഒരു കയ്യിൽ, ചെരുപ്പ് ഒരു കയ്യിൽ, ഓരോ കയ്യിൽ പിടിച്ചാണ് പിന്നെ ഓടുന്നത്. കാരണം ഒന്ന് ശാന്തമായി ഒന്ന് സ്വസ്ഥമായി കിടന്ന് അവനൊന്ന് റെസ്റ്റ് എടുത്തിട്ട് പോകുന്ന വഴിയായിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ എന്നെ എൻ്റെ മുകളിലുള്ള ഹെഡ് അല്ലെങ്കിൽ റിപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള സ്റ്റുഡൻസ് വിളിക്കും, എബി എവിടെ എത്തി? ആദ്യം മെസ്സേജ് അയക്കും, ഗായ്സ് വേർ ആർ യു അറ്റ് എന്ന്. പിന്നെ ഓരോരുത്തരും മെൻഷൻ ചെയ്യും, എബി എവിടെ പോയി? ആ മെസ്സേജും കണ്ടിട്ട് എത്തിയില്ലെങ്കിൽ പിന്നെ വിളി
വരും, എബി എവിടെ, ആ മെസ്സേജിനൊന്നും ഞാൻ റിപ്ലൈ ചിലപ്പോൾ ചെയ്യും, എന്താണ് ഇത് ഓൺ ദ വേ എന്ന് പറയും. പക്ഷെ ഓൺ ദ വേ ഒന്നും ആയിരിക്കില്ല, ഇപ്പോഴും ബെഡിലായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത് വിളി വരും. വിളി വരുമ്പോൾ ഞാൻ ഇതാ പറയാം, ഇതാ കോളേജിൻ്റെ ഫ്രണ്ടിലെത്തി. പക്ഷെ കോളേജിൻ്റെ ഫ്രണ്ടിലായിരിക്കത്തില്ല, കോളേജിൻ്റെ 1 കിലോമീറ്റർ ഇപ്പുറത്തായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ചിലയിടത്തൊക്കെ നമ്മൾ സർവൈവ് ചെയ്യാനായിട്ട് ഇതുപോലെ വ്യാജം പറയാറുണ്ട്. പലപ്പോഴും മറ്റുള്ളവരോട് മാത്രമല്ല, സാഹചര്യങ്ങൾ നമ്മെ ഞെരുക്കുമ്പോൾ പലപ്പോഴും നാം നമ്മളോട് തന്നെ കള്ളം പറയാറുണ്ട്. ഹല്ലേലൂയ. ചിലയിടത്ത് സാഹചര്യങ്ങൾ നമ്മളോട് കള്ളം പറയാറുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം നാം പരിശോധിക്കുമ്പോൾ അവിടെ യേശു കർത്താവിൻ്റെ ജീവിതത്തിൽ പിശാച് കള്ളവുമായി എപ്രകാരം കടന്നു വന്നു എന്ന് നമുക്ക് അവിടെ കാണുവാനായി കഴിയും. മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു. എനിക്കൊന്ന് ബൈബിളിലെ ഏറ്റവും വ്യക്തമായതും സത്യമായ ഒരു വേഴ്സാണ് ഈ 2-ാമത്തെ വേഴ്സ്. എന്നാണ് 40 പകലും 40 രാവും ഉപവസിച്ചപ്പോൾ എന്ത് ചെയ്തു? വിശന്നു. ചിലരൊക്കെ പറയും എനിക്ക് വിഷമൊന്നുമില്ല, ഞാൻ ഇന്ന് 42-ാമത്തെ ദിവസമാണ്, 44-ാമത്തെ 50 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന, വിഷമൊന്നുമില്ല. പക്ഷെ കർത്താവിനോട് വിശന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം ജഡമാണോ, ബലഹീനമാണ്. 3-ാമത്തെ വേഴ്സ്, അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. അതിനവൻ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്നുത്തരം പറഞ്ഞു. പിന്നെ പിശാച് അവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദൈവാലയത്തിൻ്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട്, നീ ദൈവപുത്രനെങ്കിൽ താഴോട്ടോട്ട് ചാടുക, നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും, അവൻ നിന്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് ആര് പറഞ്ഞു? പിശാച് പറഞ്ഞു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ പിശാച് അവനെ ഏറ്റവും ഉയർന്നൊരു മലമേൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചു. വീണ് എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാം എന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, സാത്താനെ, എന്നെ വിട്ടു പോ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രം ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. ദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. ഹല്ലേലൂയ. എപ്പോൾ വ്യാജം പറഞ്ഞ പിശാച് യേശുവിനെ തൻ്റെതായിട്ടുള്ള ജീവിതത്തിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ദൈവം വെച്ചിരിക്കുന്ന പദ്ധതികളിൽ നിന്ന് തട്ടി മാറ്റുവാനായിട്ട് പിശാച് പലതും പ്ലാൻ ചെയ്തതിൽ നിന്നൊക്കെ യേശു കർത്താവ് തൻ്റെതായിട്ടുള്ള ദൈവത്തിൻ്റെ കൃപയാൽ അല്ലെങ്കിൽ തനിക്ക് ദൈവം നൽകിയിരിക്കുന്ന അഭിഷേകത്താൽ തന്നെ നയിച്ച പരിശുദ്ധാത്മാവിനാൽ സത്യം എന്തെന്ന് തിരിച്ചറിഞ്ഞ് പിശാചിൻ്റെ തന്ത്രങ്ങൾ ജയിച്ചപ്പോൾ പിശാചിന് പിന്നെ അവിടെ നിലനിൽപ്പില്ലായിരുന്നു. അവനെ വിട്ടുപോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഒരു വ്യക്തി സത്യം തിരിച്ചറിയുന്നതിലൂടെ പിന്നെ അവിടെ പിശാചിന് അവൻ്റെ മേൽ സ്ഥാനമില്ല. ഹല്ലേലൂയ. ഒരു വ്യക്തിയുടെ മേൽ സത്യം ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുന്നതിലൂടെ പിന്നെ അവിടെ അന്ധകാരത്തിന് സ്ഥാനമില്ല. വെളിച്ചം വന്നാൽ പിന്നെ അന്ധകാരത്തിന് സ്ഥാനമില്ല. സന്തോഷം വന്നാൽ ദുഃഖത്തിന് സ്ഥാനമില്ല. സ്നേഹം വന്നാൽ അസ്നേഹത്തിന് സ്ഥാനമില്ല. പക്ഷേ പിശാച് നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്, ലോകത്തിൻ്റെ സിസ്റ്റം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് നേരെ തിരിച്ചാണ്. അസമാധാനം വന്നാൽ പിന്നെ സമാധാനം അനുഭവിക്കാൻ കഴിയില്ല. അസന്തോഷം വന്നു കഴിഞ്ഞാൽ, ദുഃഖം വന്നു കഴിഞ്ഞാൽ, പ്രയാസം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സന്തോഷിക്കാൻ കഴിയത്തില്ല. പക്ഷേ അതല്ല നമ്മൾ പഠിച്ചു. ഇല്ല, വെളിച്ചം വന്നാൽ ഇരുളിന് സ്ഥാനമില്ല. ഇരുളിന് ഒരിക്കലും വെളിച്ചത്തെ മാറ്റാൻ കഴിയില്ല, വെളിച്ചത്തിന് ഇരുളിനെ മാറ്റാൻ കഴിയും. ഹല്ലേലൂയ. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സത്യം കടന്നു വരുമ്പോൾ ഒന്ന് സംഭവിക്കുന്നു. പിന്നെ അവിടെ നമ്മെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന, നമ്മളെ ബന്ധിച്ചു വെക്കുന്ന, നമ്മളെ ഭയത്തിനകത്താക്കി വെക്കുന്ന, നമ്മുടെ ജീവിതത്തെ ഇല്ലായ്മ ചെയ്യുന്ന, നമ്മളല്ലാതെ ആക്കി കളയുന്ന പിശാചിൻ്റെ വ്യാജ പദ്ധതികൾക്ക് പിന്നെ സ്ഥാനമില്ല. അവിടെ ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് മാത്രമാണ് സ്ഥാനം. ഹല്ലേലൂയ. കാരണം യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം നാം പരിശോധിക്കുമ്പോൾ അവിടെ ഇപ്രകാരം നമുക്ക് കാണുവാനായി കഴിയുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു,
വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ വ്യക്തമായി എഴുതിയിരിക്കുകയാണ്, ആമേൻ, ആദിയിൽ ആമേൻ വചനം ഉണ്ടായിരുന്നു. ആമേൻ, വചനം ആമേൻ എന്താ? ദൈവത്തോട് കൂടെയായിരുന്നു. വചനം ദൈവമായിരുന്നു. നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ളൊരു വാക്യമാണ്. ഇവിടെ മറ്റൊന്നുമല്ല പറയുന്നത്. ആമേൻ, ഏറ്റവും ആമേൻ എന്താ ഇനിഷ്യൽ അല്ലെങ്കിൽ ഒറിജിൻ, എല്ലാത്തിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ഹല്ലേലൂയ. ഈ ദൈവത്തിൻ്റെ വചനം എന്തെന്ന് ചോദിച്ചാൽ ഇന്ന് രാത്രിയിൽ ആമേൻ വചനത്തിൽ നിന്നുള്ള ഞാനെന്ന് പറഞ്ഞോട്ടെ, അത് ദൈവമത്രേ, ദൈവത്തിൻ്റെ വചനം. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ചിന്തകൾക്കല്ല ആമേൻ ഏറ്റവും വലിയ പവർ ഉള്ളത്, സകലത്തിൻ്റെയും സോഴ്സ് ആയിരിക്കുന്ന ദൈവമാകുന്ന ദൈവത്തിൻ്റെ വചനത്തിനത്രേ. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ സാഹചര്യങ്ങൾ പലതും പറയും, പക്ഷേ സാഹചര്യങ്ങളെ നിർമ്മിച്ചവൻ എന്താണോ പറയുന്നത് അതത്രേ നമ്മുടെ ജീവിതത്തിലുള്ള യാഥാർത്ഥ്യം. ആമേൻ, ഹല്ലേലൂയ. കാരണം സാഹചര്യങ്ങൾ പലപ്പോഴും വ്യാജം പറഞ്ഞ് നമ്മളെ നിരാശപ്പെടുത്താൻ ശ്രമിക്കും, നമ്മളെ ദുഃഖിപ്പിക്കാൻ ശ്രമിക്കും, നമ്മളെ ഒരു ക്യാപ്റ്റിവിറ്റിയിലേക്ക് ഇട്ടുകളയും, നമ്മളെ ബന്ധിതനാക്കുവാൻ ആമേൻ എന്താ ബന്ധിതയാക്കുവാനായിട്ട് പലപ്പോഴും സാഹചര്യങ്ങൾ ശ്രമിക്കും. പക്ഷേ ഇന്ന് രാത്രി ഞാനൊന്ന് പറഞ്ഞോട്ടെ, സാഹചര്യങ്ങളെ നിങ്ങൾ ചെവി കൊടുക്കുന്നതിനേക്കാളും ഈ സാഹചര്യങ്ങളുടേതായിട്ടുള്ള ആമേൻ 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 കൺട്രോൾ ഇരിക്കുന്നവൻ്റെ മേൽ, ആമേൻ ഈ ലോകത്തിൻ്റെതായിട്ടുള്ള സ്രഷ്ടാവായിരിക്കുന്ന സകലത്തിൻ്റെയും സോഴ്സ് ആയിരിക്കുന്ന ആ ദൈവത്തിലേക്ക് നമുക്കൊന്ന് നമ്മുടെ ചെവി കൊടുക്കുവാനേ കഴിയുമെങ്കിൽ ആമേൻ സൃഷ്ടിയുടേതായിട്ടുള്ള വ്യാജത്തിൽ നമ്മൾ വീണു പോകത്തില്ല. ആമേൻ. എല്ലാവർക്കും മനസ്സിലായെന്ന് അറിയത്തില്ല. നമ്മൾ ആമേൻ തുടങ്ങിയ വാക്യത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനേ കഴിയും. ആമേൻ. റോമർ 1:25, ദൈവത്തിൻ്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു, സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചു. ഹല്ലേലൂയ. ഇന്ന് പലയിടത്ത് നമുക്ക് സംഭവിച്ചു പോകുന്ന ആമേൻ വീഴ്ചയ്ക്കും താഴ്ചയ്ക്കും തകർച്ചയ്ക്കുമുള്ള കാരണം ഇന്ന് ദൈവത്തിന് കൊടുക്കേണ്ട ഇമ്പോർട്ടൻസിനേക്കാളും നമ്മൾ സൃഷ്ടിയാകുന്ന സാഹചര്യത്തിന് നൽകുന്നു, സൃഷ്ടിയാകുന്ന നമ്മുടെ സ്ഥിതിഗതികൾക്ക് നൽകുന്നു, സൃഷ്ടിയാകുന്ന നമ്മുടേതായിട്ടുള്ള ജീവിത മേഖലകൾ അല്ലെങ്കിൽ ജീവിത ശൈലികൾക്ക് നമ്മൾ സ്ഥാനം കൊടുക്കുന്നു. കുറച്ചും കൂടെ വ്യക്തമാക്കി കഴിഞ്ഞാൽ ദൈവം പറഞ്ഞിരിക്കുക, ആമേൻ, ഞാൻ രക്തം നൽകി നിന്നെ വിലയ്ക്ക് വാങ്ങിച്ചിരിക്കുക, നിന്റെ മേലിൽ ഇനി രോഗത്തിന് സ്ഥാനമില്ല, നിന്റെ മേലിൽ ഇനി ശാപത്തിന് സ്ഥാനമില്ല, അതിലൊക്കെ ജയിക്കുവാൻ അത്രേ ഞാൻ നിനക്ക് അധികാരം നൽകിയിരിക്കുന്നു. പക്ഷെ സാഹചര്യം പറയും, ഇല്ല, നീ രോഗിയാണ്. ഒരമ്മ കടന്നു വന്നു, താൻ തൻ്റെ അനുഭവ സാക്ഷ്യം പറഞ്ഞത് ഇങ്ങനെ, തനിക്കൊരു ബണ്ടിൽ ആമേൻ കുറേ റിപ്പോർട്ട്സ് ഉണ്ട്, തനിക്ക് ബസ്സിൽ കൊണ്ടുവരാൻ തന്നെ പാടാണ്, അത്രയ്ക്കും വലിയ വലിയ സ്കാൻ റിപ്പോർട്ടും കാര്യങ്ങളാണ്. അപ്പോൾ അത്രയ്ക്ക് ഒരു ലോഡ് സ്കാൻ റിപ്പോർട്ടുകളും പല ടെസ്റ്റ് റിപ്പോർട്ടുകളും തൻ്റെ കയ്യിലുണ്ട്. അതിലൊക്കെയും ആമേൻ താനൊരു രോഗി എന്നാണ് എഴുതിയിരിക്കുന്നത്. ആമേൻ തൻ്റെ ജീവിതം അപ്രകാരം തന്നെ രോഗിയായി, തനിക്ക് ആമേൻ വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങി ഓടണം, അത്തരത്തിലുള്ള മാനസികമായും ശാരീരികമായും ശത്രു തന്നെ ഞെരുക്കി ഉടച്ചു കളയാനായി ഇരുന്ന സമയത്തിൽ അല്ലെങ്കിൽ സാഹചര്യത്തിലാണ് ആമേൻ പല സ്ഥലങ്ങളിൽ താൻ ഓടി നടന്നു എന്നാണ് താൻ പറഞ്ഞത്. പല പള്ളികളിൽ പോയി, പല ഇടങ്ങളിൽ താൻ അഭയം പ്രാപിച്ചു. പക്ഷേ അവിടെയൊന്നും തനിക്ക് ആമേൻ പരിശുദ്ധാത്മാവ് തന്നെ നിയോഗിച്ച അല്ലെങ്കിൽ തന്നെ അയച്ച സ്ഥാനമല്ലായികയാൽ പലയിടത്തും അവർക്ക് രക്ഷ പ്രാപിക്കാൻ കഴിഞ്ഞില്ല, പലയിടത്തും അവർക്ക് വിടുതൽ പ്രാപിക്കാൻ കഴിഞ്ഞില്ല, പലയിടത്തും ആ റിപ്പോർട്ട്സ് എന്താണോ അവരെ പറ്റി പറഞ്ഞത് അത് അവരെ ഭരിച്ചുകൊണ്ടിരിക്കാൻ ഇടയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആമൻ ദൈവകൃപയാൽ ദൈവം തൻ്റെ നിയോഗപ്രകാരം ആമൻ എങ്ങനെയോ ആ ശുശ്രൂഷാലം സെൻറ്ററിലേക്ക് ആമൻ ദൈവദാസൻ്റെ അടുക്കിലേക്ക് പറഞ്ഞു വിടുന്നു. അങ്ങനെ താൻ ആദ്യമായി കാണുന്നു, ആമൻ പ്രാർത്ഥനകളിൽ പങ്കെടുക്കുന്നു. താൻ ഇപ്രകാരം തന്നെ അനുഭവ സാക്ഷ്യം പറഞ്ഞു, ഇവിടെ വന്നതിന് ശേഷം ആമൻ ഞാൻ പല പള്ളികൾ പല സ്ഥലങ്ങളിൽ ഞാൻ ഓടി നടന്നിട്ട് അനുഭവിക്കാത്ത ദൈവശക്തി ഞാൻ അനുഭവിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇത് പറഞ്ഞതിൻ്റെ അർത്ഥം അവൻ ആരും തെറ്റിദ്ധരിക്കരുത്, അവൻ ദൈവം ഇവിടെ മാത്രമേ പ്രവർത്തിക്കൂ എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. ദൈവം അവൻ നിയോഗിക്കപ്പെട്ട സ്ഥാനങ്ങളിൽ, നിയോഗിക്കപ്പെട്ട സമയത്തിൽ, നിയോഗിക്കപ്പെട്ട അല്ലെങ്കിൽ ആ വേളയിൽ അവൻ നമുക്കൊന്ന് സ്റ്റെപ്പ് ചെയ്യാനേ കഴിയുമെങ്കിൽ, നമുക്കൊന്ന് കയറി നിൽക്കുവാനായിട്ടൊന്ന് മനസ്സ് കാണിക്കാമെങ്കിൽ അവിടെ നാം മുങ്ങിപ്പോകത്തില്ല. അവൻ ദൈവം നമ്മെ താങ്ങും. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിനൊരു സമയമുണ്ട്, ദൈവം നിയോഗിച്ചിരിക്കുന്നതായിട്ടുള്ള ചില പദ്ധതികളുണ്ട്. അത് നാം തിരിച്ചറിഞ്ഞ് ആ ദൈവത്തിൻ്റെ പ്ലാനുമായി നാം ചേർന്ന് നിൽക്കുമ്പോൾ വചനത്തിൻ്റെതായിട്ടുള്ള സത്യം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് നമുക്ക് അനുഭവിക്കുവാനേ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ വചനം നമ്മൾ എങ്ങനെയാണ് വായിച്ചത്? അവൻ സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചു. ഇന്ന് രാത്രി ഞാനൊന്ന് ആമൻ പ്രചോദിപ്പിച്ചോട്ടെ, അല്ലെങ്കിൽ ഞാനൊന്ന് ആമനൊന്ന് പഠിപ്പിച്ചോട്ടെ. ആമൻ സൃഷ്ടിയെ ഭയക്കരുത്. ആമേൻ. സൃഷ്ടിയിൽ ആശ്രയം വെക്കരുത്. നമ്മൾക്ക് പലപ്പോഴും സംഭവിക്കുന്നതാണ്. കർത്താവിനോടായാലും പിശാച് ആദ്യം എന്താ പറഞ്ഞത്? ഈ കല്ലിനെ അപ്പമാക്കി തീർക്കുക. അപ്പോൾ പലപ്പോഴും നമ്മൾ ചിലതിനെയൊക്കെ നമ്മൾ ചിലതായി ട്രാൻസ്ഫോം ചെയ്ത്
അല്ലെങ്കിൽ ചിലതായി അതിനെ മാറ്റി നമ്മൾ എന്താണ് സ്വയം സർവൈവ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇവിടെ യേശു കർത്താവിന് വിശന്നു. അപ്പോൾ വിശപ്പ് മാറണമെങ്കിൽ എന്ത് കഴിക്കണം? സ്നിക്കേഴ്സ് കഴിക്കണം, അല്ലേ? സ്നിക്കേഴ്സ് കഴിക്കുമ്പോൾ വിശപ്പ് പോകുന്നതാണ് പരസ്യം പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് സ്നിക്കേഴ്സ് കഴിച്ചാൽ വിശപ്പ് പോകുന്നില്ല, എനിക്ക് പോകും. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശപ്പ് പോകണമെങ്കിൽ എനിക്കറിയാം, നല്ല ഒരു പ്ലേറ്റ് നിറച്ച് നല്ല കുത്തരിച്ചോറ് എന്ന് പറഞ്ഞാൽ എന്തോന്നറിയാമോ? എന്താണ്? ചമ്പാവരി. അത് തന്നെ, ചമ്പാവരി ചോറും എടുത്ത് വെച്ച് നല്ല ഒന്നാന്തരം നല്ല എല്ലാ മലക്കറിയും അരിഞ്ഞിട്ടിരിക്കുന്ന, തീരെ ഉടയാനും പാടില്ല, തീരെ കഷ്ണമായിട്ട് വെള്ളം പോലെ കിടക്കാനും പാടില്ല, അങ്ങനെ ഒരു പാകത്തിൽ പരിപ്പൊക്കെ നന്നായിട്ടിട്ട് ആവശ്യത്തിന് ഉപ്പ്, പുളി സംഭവങ്ങൾ, പിന്നെ കായയുടെ മറക്കരുത്. കായ ഇട്ടില്ലെങ്കിൽ സാമ്പാറിന് ടേസ്റ്റ് ഇല്ല. കായൊക്കെ അത്യാവശ്യത്തിനിട്ട് നല്ല ഒന്നാന്തരം സാമ്പാർ, അതില്ലേലും കുഴപ്പമില്ല, നല്ല ഒന്നാന്തരം ചൂര മീനിൻ്റെ കറിയൊക്കെ ഒഴിച്ച് കഷ്ണവും കൂടെ കിട്ടിയാൽ അത്രയും കൂടെ നല്ല, കുറച്ചും കൂടെ പെട്ടെന്ന് ദഹിക്കും, അല്ലെങ്കിൽ ദഹിക്കില്ല. അപ്പോൾ അങ്ങനെ കഴിക്കുമ്പോഴേ നിങ്ങൾക്ക് വിശപ്പ് മാറുള്ളൂ, അല്ലേ? അന്ന് യേശുവിൻ്റെ കാലഘട്ടത്തിൽ അവർക്ക് വിശപ്പ് മാറാനായിട്ട് അവർ കഴിക്കുന്ന ഒരു സംഭവമായിരുന്നു ചോറല്ല, അപ്പം എന്നാണ് അതിനെ പറയുന്നത്. ഹല്ലേലൂയ. ബ്രെഡ്. ആ അപ്പം എന്ന് പറയുന്നത് നമ്മളെ ഇവിടുത്തെ മറ്റേ അപ്പമല്ല, നടുക്ക് പൊങ്ങിയിരിക്കുന്ന ആ അപ്പമല്ല, ഇത് വേറെ അപ്പമാണ്. ഇതിങ്ങനെ ബിസ്ക്കറ്റ് പോലെ ഇരിക്കുന്ന ഒരു അപ്പം. അപ്പോൾ ഈ അപ്പം കഴിച്ചാണ് അവർ വിശപ്പ് മാറ്റുന്നത്. അപ്പോൾ പിശാച് വേറെ തെറ്റായിട്ടൊന്നും പറഞ്ഞില്ല, സിഗരറ്റ് വലിക്കാൻ പറഞ്ഞില്ല, മദ്യം കുടിക്കാൻ പറഞ്ഞില്ല, ബീഡി വലിക്കാനൊന്നും പറഞ്ഞില്ല. പിശാച് നല്ലൊരു കാര്യമല്ലേ പറഞ്ഞത്? നീ ഈ കല്ലിനോട് അപ്പമായി തീരാൻ പറയാം, എന്നിട്ട് നീ അപ്പം ഭക്ഷിക്ക്. എന്തിനാ ഇങ്ങനെ വിഷം നേടുന്ന അലയുന്നേ? ദൈവപുത്രനല്ലേ, ലോകത്തെ രക്ഷിക്കാനായിട്ട് ആരോഗ്യം വേണ്ടേ, പൊണ്ണനാകണ്ടേ? അല്ലാതെ ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ? ഇപ്പം മുഖമൊക്കെ ഒട്ടി കിളവന്മാരെ പോലെയായി, കുറച്ചൊക്കെ കഴിച്ച് കുറച്ചും കൂടെയൊക്കെ എന്താണ് വണ്ണമൊക്കെ വെക്കണ എബി എന്ന് പലരും പറയുന്ന പോലെ പിശാചും ആ സ്നേഹത്തിൻ്റെ പുറത്തുന്നത് പോലെ പറഞ്ഞു, യേശുവേ ഈ കല്ലിനെ അപ്പമാക്കി തിന്നാൻ പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ സത്യം പറഞ്ഞ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ അതിലെന്താ പ്രശ്നം? എന്താ കുറവ്? എന്താ തെറ്റിരിക്കുന്നത്? എന്ത് കുഴപ്പമുള്ളത്? ഒരു കുഴപ്പവും ഇല്ല. വിശന്ന ഭക്ഷണം കഴിക്കണം, അല്ലേ? വിശന്ന അപ്പം കഴിച്ച് നമ്മൾ ആരോഗ്യം പ്രാപിക്കണം, എന്നാലും ജീവിക്കാൻ പറ്റുള്ളൂ. അതിനാണല്ലോ കർത്താവ് ഇത്രയും നല്ല 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 ഭക്ഷണ സാധനങ്ങളൊക്കെ നമ്മുടെ ചുറ്റുപാടുണ്ടാക്കി കഴിക്കാനാ. സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഒരു തെറ്റുമില്ല. പക്ഷേ അത് സത്യമായിരിക്കാം. ഒരുപക്ഷെ അത് സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിശാചിൻ്റെതായിട്ടുള്ള രീതിയിൽ അത് സത്യമായിരിക്കാം. പക്ഷേ യേശുവിന് ഇഷ്ടമുള്ള സത്യം എന്ന് പറഞ്ഞാൽ ആ സത്യമല്ല. യേശുവിന് ഇഷ്ടമുള്ള സത്യം എന്നത് പരിശുദ്ധാത്മാവ് പറയുന്ന സത്യമായിരുന്നു. യേശുവിനെ കൊടുത്തിരുന്ന, അല്ലെങ്കിൽ യേശു പ്രാധാന്യത കൊടുത്തിരുന്ന സത്യം. എത്ര പേർക്ക് മനസ്സിലാകുന്ന അറിയത്തില്ല. നമ്മുടെ ചുറ്റും ഇഷ്ടം പോലെ സത്യങ്ങൾ കാണും, ഇഷ്ടം പോലെ റിയാലിറ്റീസ് കാണും, ഇഷ്ടം പോലെ യാഥാർത്ഥ്യങ്ങൾ കാണും. പക്ഷേ അതിൽ ഏതാണ് എൻ്റെ ജീവിതത്തിലെ യാഥാർത്ഥ്യം, എൻ്റെ ജീവിതത്തിലുള്ള സത്യം എന്തെന്ന് ഇന്നത് നമ്മുടെ ചോയ്സാണ്. ആമേൻ. ഇന്ന് ഓരോ സ്ഥലത്തിൽ പോയാൽ, ഓരോ വ്യക്തികളോട് പോയാൽ ഓരോരുത്തർക്കും പല അഭിപ്രായങ്ങളാണ്, പല സത്യങ്ങൾ പലർക്കുമുണ്ട്. ഇന്ന് എന്നെ സംബന്ധിച്ച് എൻ്റെ ഈ മുടിക്ക് എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല. കാരണം എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതിന് വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് കാണുന്നില്ല. കാരണം എൻ്റെ രീതി അനുസരിച്ച് നോക്കുമ്പോൾ യോഹന്നാൻ സ്നാപകനെക്കാളും കുറച്ചും കൂടെയൊക്കെ ഗെറ്റപ്പിലാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല. യേശു എന്ന് പറയുന്ന ഈ ലോകത്തിൻ്റെ രക്ഷിതാവിൻ്റെ വഴിയുണ്ടാക്കാൻ വേണ്ടി കർത്താവ് ഉപയോഗിച്ച ഏറ്റവും ഭാഗ്യം നിറഞ്ഞ പുരുഷനായിരുന്നു യോഹന്നാൻ. ഞാൻ പറയും ഭാഗ്യം ലഭിച്ച സ്ത്രീ മറിയയാണെങ്കിൽ ഭാഗ്യം ലഭിച്ച പുരുഷൻ യോഹന്നാൻ എന്നേ ഞാൻ പറയുള്ളൂ. ഹല്ലേലൂയ. രണ്ടുപേരും ചെയ്ത ജോലി ഒന്നാണ്, യേശുവിനെ ലോകത്തിലേക്ക് വരവേൽക്കുക. ഹല്ലേലൂയ. അപ്പോൾ മറിയെ കൃപ ലഭിച്ചവളെ എന്ന് എല്ലാവരും വിളിച്ചെങ്കിൽ, ദൂതൻ വിളിച്ചെങ്കിൽ, ഞാൻ പാവം യോഹന്നാനും ആ ക്രെഡിറ്റ് കൊടുക്കും. കാരണം യോഹന്നാനാണ് യേശുവിന് വേണ്ടി വഴിയൊരുക്കിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ആ യോഹന്നാൻ സ്നാപകനെക്കാളൊക്കെ കുറച്ചൊക്കെ അത്യാവശ്യം ഗെറ്റപ്പിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് എനിക്കൊരു ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ പറയും എൻ്റെ ഹെയർ സ്റ്റൈൽ വലിയ കുഴപ്പമില്ല. പക്ഷേ അതേസമയത്ത് ചിലരുടേതായിട്ടുള്ള രീതി നോക്കുമ്പോൾ ഇത് ശരിയല്ല. ഇങ്ങനെയാണോ എന്തോന്നു? ആദ്യം നീ ഇതൊക്കെ പഠിപ്പിക്കുന്നതൊക്കെ ശരി, നീ ആദ്യം ലോകത്തിൻ്റെ വെളിച്ചാവുന്നതിന് മുമ്പ് നിന്റെ മുഖത്ത് വെളിച്ചം വരുത്താൻ നോക്കാം, ആ മുടി പോയി വെട്ടാൻ പറഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ അദ്ദേഹം കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനും അദ്ദേഹത്തോട് ചോദിച്ചതാണ്, എനിക്കൊന്ന് സ്നാപക യോഹന്നാനെ പറ്റി പഠിപ്പിച്ചു തരുമോ എന്ന് ഞാൻ ഇംഗ്ലീഷിലോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ തിരിച്ചു പറഞ്ഞു, അപ്പോൾ താങ്കൾ യോഹന്നാൻ സ്നാപകനുമായിട്ടാണ് തന്നെ താൻ കമ്പയർ ചെയ്യുന്നെങ്കിൽ ഞാൻ ഇനി ഡിബേറ്റിനൊന്നും, ഞാൻ തർക്കത്തിനൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് ചിരിയിരിക്കുന്ന ഇമോജിയൊക്കെ ഇട്ട് അങ്ങനെ കളിയാക്കി വിടുന്നു. അത് ഫെസിലിറ്റീസ് ഇല്ലായിരുന്നു. ഇന്ന് ദൈവം നമുക്ക് ഇത്തരം ഫെസിലിറ്റീസ് നൽകി. ഇത്തരം ഫെസിലിറ്റീസ് നൽകിയിരിക്കുമ്പോൾ നമ്മൾ അത്രയും ക്ലീൻ ആയിട്ട്, നമ്മൾ അത്രയും നന്നായിട്ട് നടക്കണം. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെ ഫെസിലിറ്റീസിൻ്റെ കാര്യം വെച്ച് സംസാരിക്കുകയാണെങ്കിൽ യേശുവിനെക്കാളും ഫെസിലിറ്റി ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് യോഹന്നാൻ സ്നാപകൻ. ഹല്ലേലൂയ. യേശുവിനെ
പ്രാകൃത മനുഷ്യനായി നടന്നു എന്ന് വചനത്തിനകത്ത് ഒരിടം എഴുതിയിട്ടില്ല. ഇനി മത്തായി എന്ന് പറയുന്ന ആളെന്ന് പറഞ്ഞാൽ ചുങ്കം പിരിവുകാരൻ. ചുങ്കം പിരിവുകാരെ പറ്റി നമ്മൾ കൾച്ചറലി ആൻഡ് ഹിസ്റ്റോറിക്കലി നാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏറ്റവും പണക്കാരാണ്, ഏറ്റവും സാമ്പത്തികമുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഇഷ്ടമില്ല. കാരണം ഇവൻ അന്യായമായി അവരുടെ യഹൂദന്മാരുടെ ശത്രുക്കളായ റോമൻ ആ ഗവൺമെൻറ്റുമായിട്ട് കൂടെ നിന്ന് സ്വന്തം ദേശക്കാരെ ചതിച്ച് വെട്ടിച്ച് പൈസ ഉണ്ടാക്കുന്നവരാണ് ചുങ്കപ്പിരിവുകാർ. അപ്പം മത്തായിക്ക് നല്ല സാമ്പത്തികമുണ്ട്, അവൻ ഏറ്റവും നല്ല ഡ്രസ്സുണ്ട്, എല്ലാ കാര്യമുണ്ട്. അപ്പോൾ അന്നത്തെ കാലത്ത് ഫെസിലിറ്റി ഇല്ലാത്തതുകൊണ്ടല്ല ഞാൻ സ്നാപക യോഹന്നാണ് ഏറ്റവും ഫെസിലിറ്റി ഉള്ളതെന്ന് പറയാനൊരു കാരണമുണ്ട്. സ്നാപക യോഹന്നാൻ്റെ പപ്പയുടെ പേരെന്താണ്? സെക്കരിയാവ് ആരായിരുന്നു? പുരോഹിതരായിരുന്നു. പുരോഹിതനില്ലാത്ത പൈസയോ? സ്തോത്രം. ഇന്നത്തെ പുരോഹിതൻ്റെ കാര്യമല്ല പറയണം, അന്നത്തെ പുരോഹിതൻ. ഏറ്റവും ഫെസിലിറ്റീസ് ഉള്ളത് പുരോഹിതന്മാര്. അപ്പോൾ ആ പുരോഹിത കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട സ്നാപക യോഹന്നാനില്ലാത്ത ഫെസിലിറ്റിയാണോ ഇനി യേശുവിനുള്ള ഫെസിലിറ്റി? അല്ല. എങ്കിലും അവൻ എങ്ങനെയാണ് നടന്നത്? ഒരു പ്രാകൃത മനുഷ്യനെ പോലെ. പക്ഷെ ഏറ്റവും വലിയ ശുശ്രൂഷയെ ആരാ ദൈവം ഏൽപ്പിച്ചത്? യോഹന്നാൻ സ്നാപകനെ. ഹല്ലേലൂയ. ലോകത്തിൻ്റെ രക്ഷിതാവിനെ വഴിയൊരുക്കി കൊടുത്തു. യോഹന്നാൻ സ്നാപകൻ ഉണ്ടാക്കിയ വഴി കൂടെ യേശു നടന്നു പോയതെന്ന് ഓർത്ത് നോക്കണേ. എത്ര വലിയ ശുശ്രൂഷയാണ്. ഹല്ലേലൂയ. എത്ര വലിയൊരു അനുഗ്രഹമാണ്. അപ്പം പിന്നെ ഇന്ന് ഞാൻ ചോദിച്ചില്ല, പക്ഷെ ഞാനിവിടെ സ്പിരിച്വൽ ക്യാമ്പിൽ ഇങ്ങനെ സംസാരിച്ചു. അപ്പോൾ ബൈബിളിനകത്തായാലും 1/2 ഇഞ്ച് 1 ഇഞ്ച് 2 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 5 സെൻറ്റിമീറ്റർ 10 സെൻറ്റിമീറ്റർ ഇങ്ങനെയൊന്നും എഴുതിയിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ കട്ട് ചെയ്യായിരുന്നു, അളന്ന് 1 സെൻറ്റിമീറ്റർ രീതിയിൽ. അപ്പോൾ പലർക്കും പല സത്യങ്ങളാണ്. ചിലർക്ക് ഈ മുടി കുഴപ്പമില്ല, ചിലർക്ക് ഈ മുടി കുഴപ്പമാണ്, ചിലർക്ക് ഇതുവരെ ആയ മുടി കുഴപ്പമാണ്, ചിലർക്ക് ഇതുവരെ ആയ മുടി കുഴപ്പം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലർക്ക് ഇതിലും കുഴപ്പമാണ്, ചിലർക്ക് ഇതിലും കുറഞ്ഞാലും കുഴപ്പമാണ്. ഇനി ചിലർക്ക് നടുക്ക് മാത്രം ഇരുന്നിട്ട് സൈഡിലില്ലെങ്കിൽ കുഴപ്പമാണ്, ചിലപ്പോൾ നടുക്കില്ലാതെ സൈഡിൽ മാത്രം കഷണ്ടി ആയാലും കുഴപ്പമായിരിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ദൈവമായിട്ട് നൽകുന്ന ആ ഹെയർ സ്റ്റൈലുകളും ചിലപ്പോൾ കുഴപ്പമായി മാറും. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇതൊന്നും നമുക്ക് അങ്ങനെ പല സത്യങ്ങളും നമ്മുടെ ചുറ്റുമുണ്ട്. പക്ഷെ ദൈവജനം എപ്പോഴും പ്രാധാന്യത കൊടുക്കേണ്ടത് പരിശുദ്ധാത്മാവ് നമ്മളെ എപ്രകാരം നയിക്കുന്നു, പരിശുദ്ധാത്മാവ് എന്ത് ആലോചന പറയുന്നു, പരിശുദ്ധാത്മാവ് എന്ത് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തി നൽകുന്നു, ആ സത്യം അത്രേ നമ്മുടെ ജീവിതത്തിലുള്ള സത്യം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഒരിക്കലും വചനവിരുദ്ധമായി പ്രവർത്തിക്കത്തില്ല. ആമേൻ. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് എപ്പോഴും വചനത്തിൻ്റെതായിട്ടുള്ള ഒത്തവണ്ണമായിരിക്കും. ഞാൻ സ്പിരിച്വൽ ക്യാമ്പിൽ സംസാരിച്ച് ഓർക്കുന്നവരെ ഓർത്ത് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആകെയാണ് ഇന്ന് രാത്രി ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് പല സത്യങ്ങളുടെ നടുവിൽ നാം ജീവിക്കുമ്പോഴും ഇന്ന് ഒരു ദൈവ പൈതലിൻ്റെ സത്യം അതെപ്പോഴും ദൈവത്തിൻ്റെ വചനമായിരിക്കട്ടെ. ഹല്ലേലൂയ. നമ്മുടെ സാഹചര്യം പറയുന്നതല്ല. ഞാനിതൊരു വെറും എക്സാമ്പിൾ പറഞ്ഞതാ. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അമ്മയെ പറ്റി ഞാനൊന്ന് പറഞ്ഞല്ലോ, അത് പൂർത്തീകരിക്കാൻ പറ്റിയില്ല. അമ്മയ്ക്ക് രോഗിയായി താൻ വന്നു, പക്ഷെ രോഗമൊക്കെ മാറ്റി. താൻ പറഞ്ഞത് ഇങ്ങനെയാണ്: എൻ്റെ ദൈവം എനിക്ക് ആരോഗ്യം നൽകി. ഇന്ന് ഞാൻ 1 മണിക്കൂർ രാവിലെ നടന്നാണ്, എന്നിട്ട് പിന്നെ ബസ് കയറിയിട്ടാണ് ഞാൻ പള്ളിയിൽ എല്ലാ ഞായറാഴ്ച വരുന്നത്. ഞാൻ ചോദിച്ചു, എത്ര മണിക്ക് ഇറങ്ങും? അവർ പറഞ്ഞു, രാവിലെ 5 മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങും. 5 മണിക്ക് ഇറങ്ങി നടക്കാൻ തുടങ്ങുമ്പോൾ ഒരു 5:45 6 മണിയാകുമ്പോൾ ഇന്ന സ്ഥലത്തെത്തും. അവിടെ നിന്നേ ബസ്സുള്ളൂ. അവിടെ നിന്ന് ഞാൻ ബസ് കയറുമ്പോൾ ഒരു 8 മണിയൊക്കെ അടുപ്പിച്ചാകുമ്പോൾ, ഞാൻ 8 മണിയൊക്കെ കഴിയുമ്പോൾ ഞാൻ കാട്ടാക്കട ബസ് സ്റ്റാൻഡിൽ എത്തും. എന്നിട്ട് അവിടെ നിന്ന് വീണ്ടും ബസ് കയറി 9 മണിക്കുള്ള ആരാധനയ്ക്ക് മുൻപായി എനിക്കെത്താൻ ദൈവം എന്നെ സഹായിക്കുന്നു, എനിക്ക് ആരോഗ്യം നൽകിയെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഒരു വശത്ത് വേണമെങ്കിൽ തനിക്കിങ്ങനെ ചിന്തിക്കാം, അയ്യോ എനിക്കൊരു വണ്ടിയില്ല. തനിക്ക് വേണമെങ്കിൽ ചിന്തിക്കാം, അയ്യോ എന്നെ കൊണ്ടാക്കാൻ മക്കളൊന്നുമില്ല. അയ്യോ പള്ളി ഒരുപാട് ദൂരെയായിപ്പോയി. അയ്യോ 9 മണിക്കായിപ്പോയി ആരാധന, അതൊരു 11 മണിക്കായിരുന്നു, അല്ലെങ്കിൽ വൈകിട്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇത്രയും രാവിലെ എഴുതാൻ ഞാൻ നടക്കണ്ട. പല വിധത്തിലുള്ള സത്യങ്ങൾ, പല വിധത്തിലുള്ള ചോയ്സസ് തൻ്റെ മുന്നിലുണ്ട്. എങ്ങനെ വേണം ചിന്തിക്കാം. പക്ഷെ താൻ തിരഞ്ഞെടുത്തത് ഒരു ഇല്ലായ്മയായിരുന്നില്ല. ആ ഇല്ലായ്മയുണ്ട്, മനസ്സിലാകുന്നല്ലോ. ഇല്ലായ്മ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അവരോട് എനിക്ക് ഭയങ്കര അഭിമാനവും ഭയങ്കര ബഹുമാനവും തോന്നി. കാരണം തനിക്ക് സ്വന്തമായിട്ട് ജോലിയില്ല. തൻ്റെ മകള് കൊടുക്കുന്ന ചെറിയ സഹായത്തിൽ താൻ അത് വേറെ ഒരിടവും പോയില്ല. പള്ളിയിൽ പോകാൻ മാത്രമേ ചെല്ലപ്പെടുള്ളൂ. ഹല്ലേലൂയ. പള്ളിയിൽ പോകാനാണ് തനിക്കുള്ള സമ്പാദ്യം എന്ന് എനിക്ക് തോന്നുന്നു. അതാണ് അവരെ ആഗ്രഹം. എനിക്ക് ഒരിടവും പോയില്ലെങ്കിൽ കുഴപ്പമില്ല, ഒന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല, എനിക്ക് ആവശ്യത്തിന് ഭക്ഷണം കിട്ടുന്നുണ്ട്, ആവശ്യത്തിന് എനിക്ക് ഡ്രസ്സൊക്കെ ഉണ്ട്, എനിക്ക് ആകെയുള്ള ആവശ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് പള്ളിയിൽ കറക്റ്റായിട്ട് പോകണം. ഇതാണ് തൻ്റെ ആഗ്രഹം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഒരുപാട് പ്രായമൊന്നുമുള്ള ആളൊന്നും അല്ല. എനിക്കൊരു 50-60 വയസ്സൊക്കെ കാണുമായിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. കണ്ടാ അങ്ങനെ വലിയൊന്നും പ്രായമൊന്നും തോന്നൂല. അപ്പോൾ അവരും പറഞ്ഞു, എനിക്ക് ഇത്രയും ആരോഗ്യം തന്നുകൊണ്ട്
എനിക്ക് പള്ളി വരുമ്പോൾ വെറുതെ നിൽക്കാൻ പറ്റില്ല. കാരണം ഞാൻ ഒരു സമയത്ത് രോഗിയായി, എനിക്ക് എഴുന്നേക്കാൻ പറ്റില്ല, ജോലി ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള രീതിയിൽ ദൈവം എന്നെ വിടുവിച്ചുകൊണ്ട് പള്ളി വരുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ചാടി ദൈവത്തെ ആരാധിക്കണമെന്ന് തോന്നും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് വണ്ടിയില്ല പള്ളിയിൽ പോവാൻ, അതുകൊണ്ട് ഞാൻ ഈ അടുത്തുള്ള പള്ളിയെല്ലാം പോവാം. അയ്യോ എൻ്റെ ജീവിതം ഇങ്ങനെയാണ്, അങ്ങനെയാണ്, പല രീതിയിൽ ചിന്തിച്ചു കൂട്ടാം. പക്ഷേ താൻ അപ്രകാരമുള്ള സാഹചര്യങ്ങളുള്ള ഫാക്ട്സ്, സത്യാവസ്ഥകൾക്ക്, ഹല്ലേലൂയ, അതാണ് കറക്റ്റ് വാക്ക്, ഫാക്ട്സ് അല്ലെങ്കിൽ സത്യാവസ്ഥ. ആ സത്യാവസ്ഥകൾക്ക് താൻ പ്രാധാന്യം നൽകുന്നതിനുപരിയായി ആമേൻ തനിക്ക് പരിശുദ്ധാത്മാവ് തെളിവാക്കി നൽകിയ ഒരു സത്യാവസ്ഥയുണ്ട്. എനിക്ക് ആരോഗ്യമുള്ളത് കൊണ്ട് ഞാൻ എവിടെയും, എൻ്റെ ദൈവം എവിടെയാണോ അയച്ചത് ഞാൻ അവിടെ പോയി ദൈവത്തെ ആരാധിക്കും. എനിക്ക് ആരോഗ്യമുള്ളത് കൊണ്ട് ഞാൻ നടന്നായാൽ ഞാൻ ദൈവത്തെ ആരാധിക്കും. എനിക്ക് നടക്കാൻ കഴിയാത്തൊരു കാലമുണ്ടായിരുന്നു, ഇന്ന് എനിക്ക് നടക്കുവാൻ ദൈവം ആരോഗ്യം നൽകിയതുകൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കാൻ ഞാൻ നടന്നു പോകും. ഞാൻ ആരൊക്കെ എന്നെ എന്തൊക്കെ പറഞ്ഞാൽ, എന്നെ അടിക്കാൻ ചെറുത്ത് നിർത്തിയാൽ ഞാൻ തുള്ളിച്ചാടി എനിക്ക് നൽകിയ ആരോഗ്യം ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഞാൻ പ്രകടമാക്കും. ഹല്ലേലൂയ. ഇന്ന് ദൈവ പൈതൽ തിരിച്ചറിയണ ഏതെങ്കിലും ഫാക്ടറിയിൽ നമ്മൾ പോയി വീണ് നമ്മുടെ ജീവിതം നിരാശപ്പെടുകയല്ല. നമ്മുടെ ജീവിതം അവൻ തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് പോകുവാൻ വേണ്ടി അവൻ പിശാചിന്റെ കയ്യിൽ അമ്മാനമാടുന്ന അവസ്ഥയിൽ നമ്മളെ തന്നെ വിട്ടുകൊടുക്കുന്ന അവസ്ഥകളല്ല. അവൻ ദൈവത്തിന്റെ സഭയെ വിളിച്ചു വേദനിക്കുന്നത് അവൻ ശത്രുവിന്റെ പദ്ധതികളെ ജയിച്ചുകൊണ്ട് അധികാരത്തിൽ സകലത്തിന്റെ മീതിൽ അവൻ ട്രയംഫന്റ് ആയിട്ട്, സകലത്തിന്റെ മീതെ ജയാളിയായി. ആമേൻ, ആമേൻ. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, മോർ ദാൻ എ കോൺകറർ. ആമേൻ, ആമേൻ. പൂർണ്ണ ജയം പ്രാപിച്ചവരായി അവൻ ദൈവത്തിന്റെ മഹത്വത്തെ പ്രകാശിപ്പിക്കുവാനാണ് ദൈവം നമ്മളെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ മനസ്സിലാക്കുക, പിശാചിന്റെ വശത്ത് ആമേൻ നമ്മളെ ആമേൻ പ്രയാസപ്പെടുത്താനായി ശ്രമിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ പിന്നാലെ പോകാതെ നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ ഒന്ന് നമ്മൾ തിരിക്കണം, ഒന്ന് മോഡിഫൈ ചെയ്യണം. എവിടെയെങ്കിലും ഇപ്രകാരം പിശാച് എപ്രകാരമാണ് യേശുവിൻ്റെ അടുക്കൽ പോയിട്ട് അപ്പത്തെ അല്ലെങ്കിൽ കല്ലിനെ അപ്പമാക്കി തിന്ന് എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് ആ കല്ലിൻ്റെ അടുക്കലേക്ക് പോയില്ല, താൻ പിശാചിൻ്റെ അടുക്കിലേക്കും ചെന്നില്ല, പിശാചിൻ്റെ അഭിപ്രായങ്ങളെ പറ്റി ചിന്തിച്ചു കൂട്ടിക്കൊണ്ടിരുന്നില്ല. താൻ ഉടനെ ചെന്നൊരു ഭാഗമുണ്ട്, ദൈവത്തിൻ്റെ വചനം. ഹല്ലേലൂയ, ആമേൻ. ദൈവത്തിൻ്റെതായിട്ടുള്ള ആത്മാവ് എന്ത് തന്നെ പറ്റി വിചാരിക്കുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ ജീവിതത്തിൽ എന്ത് പറയുന്നു, അതിലേക്ക് താൻ തിരിഞ്ഞു. അതുകൊണ്ട് തന്നെ പിശാചിന് നല്ലൊരു ചുട്ട മറുപടി കൊടുത്തു. അവൻ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് പറഞ്ഞപ്പോൾ പിന്നെ പിശാചിന് അവിടെ സ്ഥാനമുണ്ടോ? അവിടെ വിശപ്പിന് സ്ഥാനമുണ്ടോ? അവിടെ അപ്പത്തിന് പിന്നെ സ്ഥാനമൊന്നും ഇല്ല. അവിടെ സ്ഥാനം വന്നത് ആമേൻ എൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ഒരു കൃപ എന്നും പറഞ്ഞ് പൗലോസ് എഴുതിയ ഒരു അത്യന്തപരമായ ദൈവത്തിൻ്റെ ശക്തിയുണ്ട്. ആ ശക്തിക്കത്ര അവിടെ സ്ഥാനം വന്നത്. അപ്പത്തിൽ നിന്ന് കിട്ടുന്ന സ്ഥാനം ആമേൻ ശക്തിയല്ല ഞാൻ ഇവിടെ പറയുന്നത്, വെള്ളത്തിൽ നിന്ന് കിട്ടുന്ന ശക്തിയല്ല ഞാൻ ഇവിടെ പറയുന്നത്, ആമേൻ രുചികരമായ ഭക്ഷണത്തിൽ നിന്ന് ആമേൻ ലഭിക്കുന്നതായിട്ടുള്ള ഒരു ആമേൻ ശക്തിയെ പറ്റിയല്ല ഞാൻ പറയുന്നത്. നമ്മുടെ മണി പവറിൽ നിന്ന് ായിട്ടുള്ള ശക്തിയല്ല, നമ്മുടേതായിട്ടുള്ള അന്തസ്സും ആസ്തിയും, നമ്മുടെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട്, നമ്മുടേതായിട്ടുള്ള ക്വാളിഫിക്കേഷൻ, നമ്മുടേതായിട്ടുള്ള സമൂഹത്തിലുള്ള വില, ഇതിൽ നിന്നൊന്നും കിട്ടുന്ന ശക്തിയെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ഓ, ദൈവത്തിന്റെ കൃപയാൽ വ്യാപരിക്കുന്ന ഒരു അത്യന്തപരമായ ശക്തിയുണ്ട്. അതുണ്ടെങ്കിൽ എല്ലാ തടസ്സങ്ങളെയും അവൻ ദൈവത്തിന്റെ പൈതൽ ജയിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ ഇതാണ്, നമ്മൾ നമ്മുടെ സോഴ്സസിൽ ഫോക്കസ്, അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള എന്താ സിറ്റുവേഷനിൽ ഫോക്കസ് ചെയ്യും, സോഴ്സിൽ ഫോക്കസ് ചെയ്യത്തില്ല. നമ്മൾ ഫോക്കസ് ചെയ്യും നമ്മുടെ എൻ്റെ സാമ്പത്തിക മേഖല ഇങ്ങനെ ആയപ്പോലോ, അതെങ്ങനെ ശരിയാക്കാം. നമ്മൾ സാമ്പത്തികത്തിൽ നമ്മുടേതായിട്ടുള്ള നമ്മുടെ ആശ്രയം വെക്കാറുണ്ട്. പലപ്പോഴും നമ്മുടെ വിദ്യാഭ്യാസത്തിൽ നമ്മുടേതായിട്ടുള്ള ആശ്രയം വെക്കാറുണ്ട്. നമ്മുടെ കഴിവുകളിൽ നമ്മൾ ആശ്രയം വെക്കാറുണ്ട്. നമ്മൾ നമ്മുടേതായിട്ടുള്ള ആമേൻ കുടുംബത്തിൻ്റെതായിട്ടുള്ള ആ മാഹാത്മ്യത്തിൽ നമ്മൾ നമ്മുടെ ആശ്രയം വെക്കാറുണ്ട്. നമുക്കുള്ള നല്ല നെറ്റ്വർക്കിംഗ്, നല്ല കണക്ഷൻസ്, സമൂഹത്തിലുള്ള കണക്ഷൻസ്, ഉന്നതന്മാരുമായിട്ടുള്ള കണക്ഷൻസ്, ഇതിന് നമ്മൾ പലപ്പോഴും നമ്മൾ ആശ്രയം വെക്കാറുണ്ട്. ഇങ്ങനെയൊക്കെ പലപ്പോഴും നമ്മൾ ആ കല്ലിൻ്റെ ആമേൻ ആശ്രയം വെച്ച് കല്ലിനെ അപ്പമാക്കി തീർക്കാൻ ശ്രമിക്കുമ്പോഴാണ് പലപ്പോഴും വീണു പോകുന്നത്. ആമേൻ, മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് തിരുത്തട്ടെ ഞാൻ ഇന്ന് രാത്രിയിൽ. ആമേൻ, അപ്രകാരം ആമേൻ ഭൗതികമായ ഇപ്രകാരമുള്ള വിഷയങ്ങളിൽ നമ്മൾ ആശ്രയം വെക്കുന്നതിലുപരിയായി, ഞാനത് ചുമ്മാ എന്തെങ്കിലും കട്ടി കാര്യങ്ങളാണ്, പക്ഷേ ചുമ്മാ എന്തെങ്കിലും പറയുന്നതല്ല. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായ അവരുടെ മുഖമൊന്നും ലജ്ജിച്ചു പോയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്.
ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മുഖത്തെ നോക്കി ഇറങ്ങുന്ന ആരെയും ലജ്ജിപ്പിക്കുന്ന ഒരു ദൈവമല്ല എൻ്റെ ദൈവം. നമ്മുടെ സാഹചര്യങ്ങൾ എത്ര വിപരീതമായില്ല, അവങ്കിലേക്ക് നോക്കി വരെ പ്രകാശിപ്പിക്കുന്ന ഒരു ദൈവമാണ് എൻ്റെ ദൈവം. ഹല്ലേലൂയ. എത്ര വിപരീതവും ഞെരുക്കമേറിയ അവൻ പ്രതികൂല സാഹചര്യമാണെങ്കിൽ കർത്താവ് നമുക്ക് മാതൃകയായി കാണിച്ചു തന്നുണ്ട്. അവൻ അമരത്ത് കിടന്നുറങ്ങിയവന്. ഹല്ലേലൂയ. അവൻ ദാനിയേലും തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നുണ്ട്. സിംഹത്തിൻ്റെ അവൻ മൂർച്ചയുള്ള വിശപ്പുള്ള വിശന്ന് ആമേൻ വളരെയധികം ആമേൻ വളരെ വയലൻ്റായി നിൽക്കുന്ന ആ സിംഹങ്ങളുടെ നടുവിൽ സിംഹക്കുഴിയെ ദാനിയേല് നമുക്ക് കാണിച്ചു തന്നുണ്ട്. അവൻ സുഖമായി കിടന്നുറങ്ങി. എങ്ങനെയാ ഈ ഭക്തന്മാർ ഉറങ്ങിയത്? എങ്ങനെ യേശു ഉറങ്ങിയത്? ഇന്ന് രാത്രി ഞാനൊന്ന് പറഞ്ഞോട്ടെ. കാരണം അവർ ഉറങ്ങുമ്പോൾ അവരുടെ ആത്മാവ് ദൈവത്തിലായിരുന്നു. ഹല്ലേലൂയ. അവരുടേതായിട്ടുള്ള അവൻ ഹൃദയം അവരുടെ സാഹചര്യത്തിലല്ലായിരുന്നു അവൻ ആശ്രയിച്ചിരുന്നത്. ആമേൻ അവര് അയ്യോ എന്നെ ഇപ്പം എൻ്റെ രാജാവ് ഒന്ന് പുറത്ത് കൊണ്ടുപോകും, ഇപ്പം ആമേൻ ആമേൻ കാറ്റ് ശരിയാകും, ഇപ്പം കടൽ ശാന്തമാകും എന്ന് വിചാരിച്ചല്ലായിരുന്നു അവരവിടെ ഉറങ്ങുവാൻ തക്കവണ്ണം അവരെ ധൈര്യപ്പെടുത്തി ഒന്നുണ്ട്. അവരുടെ ഹൃദയം അവരുടെ ആത്മമണ്ഡല ആമേൻ യഹോവയിൽ അത്രേ അവരാശ്രയിച്ചിരുന്നത്. ഹല്ലേലൂയ. തിരിച്ചറിയുന്നത് കരമടിച്ച് ഇന്ന് രാത്രിയിൽ ഒന്ന് വചനത്തെ ഏറ്റെടുക്കാവോ? ഒന്ന് വചനത്തെ സ്വീകരിക്കാവോ? വചനത്തെ സ്വീകരിക്കാവോ? ഹല്ലേലൂയ. റീബാലല ഷേരര റീബാലബ ഷെഖാരെ. ഇന്ന് രാത്രിയിൽ നമ്മുടെ ഹൃദയത്തെ ഒന്ന് ദൈവകരങ്ങളിലേക്ക് ഒന്ന് നൽകാൻ കഴിയുമോ? ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയാൽ അതിനെയൊന്നും വകവയ്ക്കാതെ അവിടെയൊക്കെ വളരെ ഫ്രീ ആയി വളരെ ബോൾഡായി നിൽക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ഞാനൊന്ന് പറഞ്ഞോട്ടെ, അതിന് ഒരേ ഒരു വഴി, മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പൻ. ഹല്ലേലൂയ. അവൻ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാമെങ്കിൽ, അവൻ ദൈവത്തിൽ നമുക്ക് മുറുകെ പിടിക്കാമെങ്കിൽ, ദൈവത്തിൻ്റെ നീതിയിൽ ദൈവത്തിൻ്റെ രാജ്യത്തിൽ അഥവാ ദൈവത്തിൻ്റെതായിട്ടുള്ള വചനത്തിൽ നമുക്കൊന്ന് മുറുകെ പിടിക്കുവാനേ കഴിയുമെങ്കിൽ അവൻ നമ്മുടേതായിട്ടുള്ള സകലതും സെറ്റിൽ ചെയ്യുന്ന ഒരു വിശ്വസ്തനായ കാര്യസ്ഥൻ നമ്മളെ കൈവിടത്തില്ല. അവൻ സകലതും യഥാസ്ഥാനത്തിൽ കൊണ്ടുവരുന്ന ദൈവം അത്രേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ വചനം വീണ്ടും പരിശോധിക്കുമ്പോൾ താഴേക്ക് വായിക്കുമ്പോൾ അടുത്ത് വീണ്ടും അവൻ അടുത്ത് ഒന്നിൽ പിടിച്ചിട്ട് ശരിയാവാതെ വന്നപ്പോൾ അടുത്ത് പിശാച് ചെയ്തത് ഇപ്രകാരമാണ്: നീ ദൈവപുത്രനെങ്കിൽ താഴോട്ട് ചാടുക, നിന്നെക്കുറിച്ച് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കുമെന്ന് അവൻ കൽപ്പിക്കും, അവൻ നിന്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളുമെന്ന് എഴുതിയിരിക്കുന്നല്ലോ. അപ്പൊ ആദ്യം പറഞ്ഞിട്ട് ശരിയാവാതെ വന്നപ്പോൾ അടുത്ത് വചനം കൊണ്ടാവുന്നേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചിലയിടത്ത് പിശാച് ഇപ്രകാരം ആമേൻ സത്യത്തെക്കാൾ സത്യമെന്ന് തോന്നിപ്പിക്കുന്ന അളവിൽ വ്യാജം കൊണ്ടുവരും. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ വിചാരിക്കും ഇത് കള്ളമൊന്നുമല്ല, ഇത് 100% ഗ്യാരണ്ടി, ഇത് 100% ട്രസ്റ്റഡാ, ഇത് സംശയിക്കാനൊന്നുമില്ല, ഞാൻ ഗ്യാരണ്ടി, ഇത് പെർഫെക്റ്റ്, അവരങ്ങനെ പറ്റിയുമൊന്നുമല്ല, അവർ പെർഫെക്റ്റ് ആണ് എന്നൊക്കെ പറയുന്നത് പോലെ ചിലയിടത്ത് ആ വ്യാജത്തെ നമുക്ക് തിരിച്ചറിയാൻ പോലും പറ്റാത്ത രീതിയിൽ സത്യത്തെക്കാൾ സത്യമെന്ന് തോന്നിപ്പിക്കുന്ന അളവിൽ അവൻ പിശാച് നമ്മളെ വഞ്ചിപ്പിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. ഇവിടെ എന്താണ്? പിശാച് ദൈവത്തിൻ്റെ വചനവും കൊണ്ടാണ് വന്നത്. എന്താ പറഞ്ഞത്? എടുത്ത് ചാടിക്കോ, കയ്യിൽ താങ്ങാന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതിൻ്റെ പൊരുള് മനസ്സിലാക്കാത്തവനാണെങ്കിൽ അത് വീണു പോകുമായിരുന്നു. ഹല്ലേലൂയ. ആ വചനത്തിൻ്റെ ആത്മീക അർത്ഥം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് എന്തിനാണ് അത് അവിടെ എഴുതിയിരിക്കുന്നത്, എന്തുദ്ദേശിച്ചാണ് എഴുതിയിരിക്കുന്നത് എന്ന് ആത്മാവിൽ വിവേചിച്ചറിയുവാനേ കഴിയാത്തവനാണെങ്കിൽ എന്ത് സംഭവിക്കുക? അതിൽ വീണ് പോകുമായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് പലയിടത്തും നമ്മൾ നോക്കുമ്പോൾ യൂട്യൂബിൽ ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ ഇത് തന്നെയാണല്ലോ സംഭവിക്കുന്നത്. അഭിഷിക്ത ദൈവദാസന്മാർക്കെതിരെ, ആമേൻ ശുശ്രൂഷയിൽ നിൽക്കുന്നവനെതിരെ, ആമേൻ ദൈവത്തിനു വേണ്ടി പ്രകാശിക്കുന്ന അല്ലെങ്കിൽ ലോകത്തിൻ്റെ പ്രകാശമായി ദൈവം പ്രകാശിപ്പിച്ച് ശോഭിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർക്കെതിരെ ഇതുപോലെ പലരും ആമേൻ പിശാച് ദുരാത്മാവിനാൽ ആമേൻ ചില മുറി വാക്യങ്ങളും ഇതുപോലെയുള്ള പല മുറി അഭിപ്രായങ്ങളും കൊണ്ടിങ്ങനെ വരും. എവിടെയാണത് സംഭവിക്കുന്നത്? കാരണം പരിശുദ്ധാത്മാവിനാൽ വിവേചിച്ച് അത് മനസ്സിലാക്കാൻ കഴിയാതെ വണ്ണം അതിൻ്റെ പൊരുൾ മനസ്സിലാക്കാതെ ആമേൻ പിശാച് ചെയ്തതുപോലെ തന്നെ ഏതെങ്കിലും കുറി വാക്യങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് എടുത്തിട്ട് അതിങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞ് ആമേൻ അതിനെ ആ ഒരു വ്യാജത്തെ സത്യത്തെക്കാൾ സത്യമായി തോന്നിപ്പിക്കുന്ന രീതിയിൽ ആമേൻ മനുഷ്യരുടെ ഇടയിൽ കൊണ്ടിട്ട് ദൈവത്തിൻ്റെ സഭയെ ഇല്ലായ്മ ചെയ്യുക, വിഭജിക്കുക, ദൈവത്തിൻ്റെ സഭയെ ഛിന്നാഭിന്നമാക്കുക, ദൈവപ്രവർത്തികളിൽ നിന്ന് ജനത്തെ അകറ്റുക. ഇതൊരു പിശാചിൻ്റെ തന്ത്രമാണ്. ഹല്ലേലൂയ. ഇന്ന് സഭയ്ക്കകത്ത് മാത്രമല്ല, ഇനി സാമൂഹികമായി നാം നോക്കുമ്പോഴും ആമേൻ ചിലരൊക്കെ കമന്റ് ഇട്ടത് ഞാൻ വായിച്ചത് ഇപ്രകാരമായിരുന്നു: ദർ ഇസ് നോ ഗോഡ്, സയൻസ് ഇസ് ദ ഗോഡ് എന്ന് പലരും എഴുതി. അങ്ങനെ ആ അർത്ഥത്തിൽ വരുന്ന പലരും സയൻസാണ് ദൈവം, പോയി സയൻസ് പഠിക്കുക, സയൻസ് പഠിച്ച് വല്ലതും നേടാൻ നോക്ക്, സയൻസാണ് സത്യം, അത് ഇത്. അവൻ സയൻസിനെ പറ്റിയിട്ട് ഇങ്ങനെ പലരും വീരവാദം മുഴക്കുന്നുണ്ട്. പക്ഷേ ആക്ച്വലി സയൻസ് എന്ന് പറയുന്നതും ഒരു ബിലീഫ് സിസ്റ്റമാണ്. ഹല്ലേലൂയ. ഇതിനെനിക്ക് തെളിവുകളുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ബിലീഫ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഒരു വിശ്വാസത്തിൻ്റെ പ്രമാണം, ഒരു വിശ്വാസത്തിൻ്റെ സിസ്റ്റം.
രണ്ടുപേരും ബോട്ടിലാണ്. ദൈവത്തെ വിശ്വസിക്കുന്നവരും ബോട്ടിലാണ് യാത്ര ചെയ്യുന്നത്, സയൻസ് വിശ്വസിക്കുന്നവരും ബോട്ടിലാണ്. അവരും വിശ്വസിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താണ് അതിൻ്റെതായിട്ടുള്ള വ്യക്തത ഞാൻ പറഞ്ഞുതരാം. ഒരൊറ്റ എക്സാമ്പിളാണ് നിങ്ങൾക്ക് മനസ്സിലാവും. 1 1 എത്രയാ? 2. ആര് പറഞ്ഞു? അല്ലേ, അത് എങ്ങനെ 1 1 ചേർത്ത് 2 ആവുന്നു? അത് 3 ആയിക്കൂടെ, അല്ലെങ്കിൽ 4 ആയിക്കൂടെ? ആര് പറഞ്ഞു 1 1 ചേർത്താൽ 2 ആവണമെന്ന്? ഇന്ന് ഈ 1 1 ചേർത്ത 2, 2ൻ്റെ കൂടെ 1 ചേർത്താൽ 3, 3ൻ്റെ കൂടെ 2 ചേർത്താൽ 5. ഇങ്ങനെ ആരോ ഉണ്ടാക്കി വെച്ച ഒരു സിസ്റ്റത്തിൻ്റെതായിട്ടുള്ള ആധാരത്തിലാണ് ഇന്ന് നാം കാണുന്ന മാത്തമെറ്റിക്കൽ സിസ്റ്റം മൊത്തം ഇരിക്കുന്നത്. സമ്മതിക്കുന്നുണ്ടോ? ഏത് ഡിവിഷൻ എടുത്താലും, മൾട്ടിപ്ലിക്കേഷൻ എടുത്താലും, ഏത് ഫോർമുല എടുത്താലും, എന്തൊക്കെ സംഭവങ്ങൾ എടുത്താലും ഇതൊക്കെ ആധാരമായി നിൽക്കുന്ന എന്താണ്? 1 1 2. ഇനി 2 ഗുണം 2 എന്ന് പറഞ്ഞാൽ 4. ഇങ്ങനെ എഴുതി പിടിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. മനസ്സിലാവുന്നത് എത്ര പേർക്ക് ഇത് മനസ്സിലാവുന്നതെന്ന് എനിക്കറിയത്തില്ല. ആരോ പറഞ്ഞു 1 1 ചേർത്താൽ അതിനെ നമുക്ക് 2 എന്ന് വിളിക്കാം എന്ന് പറഞ്ഞ് നമ്പേഴ്സ് എന്നൊരു കണ്ടുപിടുത്തം ഒരു വ്യക്തി എഴുതി പിടിപ്പിച്ചുണ്ടാക്കിയപ്പോൾ ഏതോ കാലത്ത് ആരോഗ്യം ഉണ്ടാക്കി വെച്ചപ്പോൾ അതിന്ന് നമ്മൾ പാലിക്കുക അല്ലേ? നമ്മൾ അതിനെ വിശ്വസിച്ച് പാലിക്കുക അല്ലേ? 1 1 ചേർത്താൽ 2, 2 2 ചേർത്താൽ 4, 4 4 ചേർത്താൽ 8, 8 8 ചേർത്താൽ 16, 16 16 ചേർത്താൽ 32, 32 32 ചേർത്താൽ 64, 64 64 ചേർത്താൽ 128. ഓക്കെ, ശരി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഇങ്ങനെ നമ്മൾ വിശ്വസിച്ചിരിക്കുക. പക്ഷേ ഇതിന് ആധാരമുണ്ടോ? യഥാർത്ഥത്തിൽ ഇല്ല. മനസ്സിലായി? എൻ്റെ കൂടെ വരുന്നുണ്ട്. അതൊക്കെ ആഴമേറിയ കോൺസെപ്റ്റ്സ് ആണ്. കാരണം ഏതോ ഒരു കാലത്തിൽ 1 1 ചേർത്ത് 2 എന്ന് നമ്മളെ പഠിപ്പിച്ചു. നമ്മുടെ മനസ്സിനെ, നമ്മുടെ ബ്രെയിനെ അപ്രകാരം കണ്ടീഷൻ ചെയ്തു. അതിനെ കണ്ടീഷനിങ് എന്നാണ് സൈക്കോളജിക്കലി വിളിക്കുന്നത്. അപ്രകാരം കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്കറിയാം. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഇനി സയൻസിനെ പറ്റി പഠിക്കുമ്പോഴും സയൻസ് എല്ലാം ബേസ് ചെയ്യുന്നത് തിയറീസിൻ്റെ പുറത്താണ്. തിയറീസ് എന്നത് എല്ലാം അസംഷൻസിൻ്റെ പുറത്താണ്. അസംഷൻസ് എന്ന വാക്കിൻ്റെ അർത്ഥം സങ്കല്പം, അഹംഭാവം, അംഗീകാരം, ധാരണ. അപ്പോൾ എനിക്കൊന്ന് സങ്കല്പം അല്ലെങ്കിൽ സങ്കല്പം കറക്റ്റ് വാക്കാണ്. സങ്കല്പം അല്ലെങ്കിൽ ധാരണ, ഈ 2 വാക്കുകൾ നമുക്ക് എടുത്താൽ കുറച്ചും കൂടെ മനസ്സിലാക്കാൻ പറ്റും പെട്ടെന്ന്. അതായത് ഒരു തിയറി ഒരു ശാസ്ത്രജ്ഞൻ ഉണ്ടാക്കുന്നത് ആദ്യം അസംഷൻസ് ഉണ്ടാക്കും. ഞങ്ങൾ അതിന് റിസർച്ച് നടത്താറുണ്ട്. അത് സയൻറ്റിഫിക് റിസർച്ച് അല്ല, പക്ഷേ സയൻറ്റിഫിക് മെത്തേഡിലാണ് ഞങ്ങൾ റിസർച്ച് ചെയ്യുന്നത്. അതായത് മാർക്കറ്റ് സംബന്ധമായും, അതായത് മാനേജ്മെൻറ്റ് സംബന്ധമായും ഞാൻ റിസർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ആദ്യം നമ്മളൊരു തിയറി ഉണ്ടാക്കുന്നതിന് മുൻപ്, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഫാക്റ്റ് ആക്കുന്നതിന് മുൻപായി ഇതങ്ങനെയാണ് എന്ന് വാദിക്കുന്ന മുമ്പ് ആദ്യം ഞാൻ അസംഷനുമായി കൊണ്ടുവരും. ഞാനിങ്ങനെ വരും, ജോൺ ബ്രദർ പന്നിയോടാണ് താമസിക്കുന്നത് എന്ന്, അല്ലെങ്കിൽ നമ്മുടെ രതീഷ് ബ്രദർ ചീനിവിളയാണ് താമസിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ അഭിജിത്ത് കിള്ളിയാണ് താമസിക്കുന്നത് എന്ന് ഞാനൊരു അസംഷൻ കൊണ്ടുവരും. ഞാനിങ്ങനെ അസ്യൂം ചെയ്യും, ഞാൻ സങ്കല്പിക്കും, ഞാനൊരു ധാരണ ഉണ്ടാക്കും, അത് എഴുതി വയ്ക്കും. എന്നിട്ട് അതിൻ്റെ 2 രീതി പറയും. A1 A2, അത് X1 X2 അങ്ങനെ എന്തോ. X1 എന്ന് പറയുമ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യാനായി ആഗ്രഹിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്. അടുത്ത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എഴുതും. അതായത് അഭിജിത്ത് കിള്ളിയിലല്ല താമസിക്കുന്നത്, നമ്മുടെ ജോൺ ബ്രദർ പന്നിയോടല്ല താമസിക്കുന്നത്, രതീഷ് ബ്രദർ ചീനിവിളയല്ല താമസിക്കുന്നത് എന്ന് ഞാൻ എഴുതി വയ്ക്കാൻ പറ്റും. ഇങ്ങനെ എഴുതി വെച്ചിട്ട് ഞാൻ ഓരോ ഒബ്സർവേഷൻസ് എനിക്ക് കൊണ്ടുവരാൻ കഴിയും. അതായത് ഞാൻ കണ്ടത്, കേട്ടത്, അറിഞ്ഞത്, അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഇതുപോലെ പല അസംഷൻസിൽ പലരും ഉണ്ടാക്കിയെടുത്ത കഥയിലൂടെ ഉണ്ടായ തിയറീസ്, ഇതൊക്കെ കൂട്ടിച്ചേർത്ത് ഞാൻ പറയും ഇന്ന ആൾ ഇന്ന തിയറിയിൽ അങ്ങനെയാണ് പറഞ്ഞത്. അത് കാരണം ഇതിനെ പറ്റില്ല എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പിന്നെ അതുവഴി പോയപ്പോൾ ഒരു ദിവസം ജോൺ ബ്രദർ ഇങ്ങനെ വലത്തോട്ട് തിരിഞ്ഞ് അങ്ങ് കുളവുപാറയുടെ അവിടെ പോയിട്ട് വലത്തോട്ട് തിരിഞ്ഞ് പോകുന്നത് ഞാൻ കണ്ടില്ല. അതിന് പകരം അങ്ങോട്ടും പോകുന്ന ഒരു ദിവസം ഞാൻ കണ്ടു. വേറെ ദിവസം ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്നു. അപ്പോൾ അങ്ങ് പന്നിയോട് താമസിക്കുന്ന ആൾ കല്ലാമത്തിൻ്റെ അടുത്തൂടെ പോകുന്നത് ഞാനും ചിന്തിച്ചു. അപ്പോൾ കുറേ പേര് പറയുകയാണ് ഇല്ല, ജോൺ ബ്രദർ പന്നിയോട് ക്ഷേത്രത്തിൻ്റെ അടുത്തൂടെ പോയതുകൊണ്ട് പന്നിയോടാണ് താമസിക്കുന്നത്. അപ്പോൾ കുറേ പേര് പറയില്ല, ഷാജി ബ്രദറിൻ്റെ വീടിൻ്റെ അടുത്തൂടെ അവർ പോയതുകൊണ്ട് കല്ലാമത്തിലാണ്. അങ്ങനെ നോക്കും. എന്നിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്താണോ പറയുന്നത്, ഏറ്റവും കൂടുതൽ തെളിവുകൾ എന്തിലേക്കാണോ ചായുന്നത്, അതിനെയാണ് പ്രാധാന്യത നൽകുന്നത്. ഫോർ എക്സാമ്പിൾ, ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടിട്ടുള്ളത് ജോൺ ബ്രദർ കല്ലാമം വഴിയാണ് പോയെന്നിരിക്കട്ടെ. കല്ലാമം വഴി പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പറയും ഞാനും കണ്ടു കല്ലാമത്തൂടെ പോകുന്നത്. അടുത്ത ആളും പറയും ഞാനും കല്ലാമത്തൂടെ പോകുന്നത് കണ്ടു. അങ്ങനെ പലരും പറയുന്നു കല്ലാമത്ത് വണ്ടി പോകുന്നത് കണ്ടു പലതും. എന്നിട്ട് ഇനി പല തെളിവുകൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റും.
സയൻറ്റിസ്റ്റ് പ്രകാരം ഡിസ്റ്റൻസിൻ്റെ തിയറി പ്രകാരം ഒരു മനുഷ്യൻ യാത്ര, അല്ലെങ്കിൽ ഇന്ന സൈക്കോളജി തിയറി പ്രകാരം എപ്പോഴും ഈസി ആയിട്ടുള്ള വഴികളിലൂടെ ആൾക്കാർ സഞ്ചരിക്കത്തുള്ളൂ, അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് പറയാം. ആമേൻ. എന്താണ്, പന്നിയോടുള്ള ആൾ എന്തായാലും കല്ലാമത്തൂടെ യാത്ര ചെയ്യില്ല. ഇന്ന തിയറി പ്രകാരം എല്ലാവരും എളുപ്പ വഴിയിലൂടെ പോവുള്ളൂ. അതുകൊണ്ട് കല്ലാമത്തൂടെ പോയതുകൊണ്ട് തീർച്ചയായും പന്നിയോട് വഴി പോവില്ല, വേറെ എവിടെയാണ് വീട്, കല്ലാമ ഏരിയയിലാണ് വീട് എന്നിങ്ങനെ പല തിയറീസ് വെച്ചും പലരുടേതായിട്ടുള്ള കാഴ്ചയും ഇതൊക്കെ വെച്ച് പറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ജോൺ ബെറിൻ്റെ വീട് കല്ലാമത്തായി മാറും. മനസ്സിലായോ? പക്ഷേ യഥാർത്ഥത്തിൽ കല്ലാമത്തിലാണ് വീട്, അല്ല, പന്നിയോടാണ്. മനസ്സിലാകുന്നുണ്ടോ? ഈ ഒരു തിയറി അല്ലെങ്കിൽ ഒരു അസംഷനെ, ഒരു ധാരണയെ പ്രൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എല്ലാ തിയറിയും നമ്മൾ എടുത്താലും ഇതുപോലെ പലതരത്തിലുള്ള ധാരണയുടെ പുറത്തിൽ ഉണ്ടാക്കിയെടുത്ത തിയറീസാണ്. ആ തിയറി വെച്ചിട്ടാണ് മറ്റൊരു തിയറിയെ അല്ലെങ്കിൽ മറ്റൊരു ധാരണയെ പ്രൂവ് ചെയ്യുന്നത്. ഇനി ഈ തിയറിയും ഈ ധാരണകളുടെയൊക്കെ ഉത്ഭവം എവിടെ നോക്കിയാലും മാത്സ് എന്ന് പറയുന്ന ഒരു വലിയ ബോഡി ഉണ്ടായത് ഒന്നും ചേർത്ത 2. ഈ ഒരു ഒറിജിൻ അല്ലെങ്കിൽ ഈ ഒരു തുടക്കത്തിൽ നിന്നാണ് ഇന്ന് ഇത്രയും വലിയ നമുക്ക് പഠിച്ച് തല വട്ടാവുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റമായി ഗണിതശാസ്ത്രം മാറിയത്. അതുപോലെ തന്നെ നാം എടുക്കുന്ന ഏതൊരു ശാസ്ത്രീയമായ കാര്യങ്ങളെടുത്താലും ഇതൊക്കെ ആദ്യമേ ഇങ്ങനെ എഴുതിയൊന്നും വെച്ചതല്ല. ഏതൊക്കെയോ കാലത്ത് എന്തൊക്കെയോ ആൾക്കാർ കുറേ ഇതുപോലെ കണ്ടതും കേട്ടതും വെച്ചൊക്കെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു. എന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നാം കാണുന്ന ശാസ്ത്രലോകമൊക്കെയും പണിതുയർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പം മനസ്സിലാകുന്നുണ്ടോ? ഏതൊക്കെയോ കാലഘട്ടത്തിൽ ആരൊക്കെയോ പറഞ്ഞ, ആരൊക്കെയോ എഴുതി വെച്ച, ആരൊക്കെയോ ശരിയാണെന്ന് വാദിച്ച ചില തിയറീസിൻ്റെ പുറത്താണ് ഇന്ന് ലോകത്തിൻ്റെ എല്ലാം വർക്ക് ചെയ്യുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ആക്ച്വലി പല ഫിലോസഫേഴ്സും പറയുന്നുണ്ട് റിയാലിറ്റി ഈസ് എൻ ഇല്യൂഷൻ, മിഥ്യാബോധം. വചനം പറയുന്നില്ലേ? വചനം അതിനു മുമ്പേ പറഞ്ഞില്ലേ എല്ലാം മായയാണെന്ന്, അല്ലേ? പറയുന്നില്ലേ? മിഥ്യാബോധങ്ങളുടെ പിന്നാലെയാണ് മനുഷ്യരെല്ലാം പോകുന്നതെന്ന് പറഞ്ഞില്ലേ? ഇതൊക്കെ തന്നെയാണ് യാഥാർത്ഥ്യം. എൻ്റെ കൂടെ അത് മനസ്സിലാകുന്നത്. ഇതൊക്കെ ആഴമായി ചിന്തിച്ചാലേ സയൻസ് എന്താണെന്ന് നമ്മൾ പഠിച്ചാലേ മനസ്സിലാവും. പിന്നെ ഇതിനെതിരെ സയൻസ് വാദിച്ച് നിൽക്കുന്ന ഒന്നുണ്ട്. ഒരു തിയറി തെറ്റാണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ, അതായത് തിയറി അല്ലാതെയായി മാറണമെങ്കിൽ അതിൻ്റെ തെറ്റിക്കുന്ന സംഭവങ്ങൾ നമ്മൾ എടുത്തു കാണിക്കണം. അതായത് അതിലുള്ള തെറ്റുകൾ, അതിലുള്ള കുറവ് വശങ്ങൾ നമുക്ക് കാണിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ തിയറിയെ ഇല്ലായ്മ ചെയ്യാം. പക്ഷെ എങ്കിലും അവിടെ ഇല്ലായ്മ ചെയ്യൂല. കാരണം എവല്യൂഷൻ തിയറിക്ക് കുറവുകളുണ്ട്. അതിനെ ഫോൾസിബിലിറ്റി എന്ന് പറയും, അല്ലെങ്കിൽ പ്രൂവൻ റോങ് എന്ന് വിളിക്കും. അപ്പോൾ പരിണാമ സിദ്ധാന്തത്തിനകത്തും ഒരുപാട് കുറവ് വശങ്ങളുണ്ട്. ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല, അതിനും ഫോൾസിബിലിറ്റി ഉണ്ട്. ഇനി ബിഗ് ബാങ് തിയറി എടുത്തു കഴിഞ്ഞാലും ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുമ്പോൾ അതിനകത്തും ഫോൾസിബിലിറ്റി ഉണ്ട്. കാരണം അപ്രകാരം ഈ ലോകം ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരു ബിഗ് ബാങ് തിയറിയിലൂടെ നിർമ്മിക്കപ്പെട്ടതാണെങ്കിൽ അവരുടെ തിയറി അനുസരിച്ച് ഈ ലോകം വളർന്നുകൊണ്ടിരിക്കണം. പക്ഷേ ഇന്ന് ലോകം വളരുന്നില്ല. ഇനി മറ്റൊരു കാര്യമുണ്ട്. അത്രയും വലിയൊരു എനർജിയാണ് അവിടെ ക്രിയേറ്റ് ചെയ്തെങ്കിൽ CDMR എന്ന് പറയുന്ന ഒരു റേഡിയേഷൻ വേവ് ഉണ്ട്. അതിൻ്റെതായിട്ടുള്ള അംശം ഇന്നും നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് കണ്ടുപിടിക്കാൻ കഴിയും. പക്ഷെ അതില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾക്ക് മുഖാന്തരം ബിഗ് ബാങ് തിയറി അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവത്തെ പറ്റിയിട്ട് ആരാ ബിഗ് ബാങ് തിയറി എഴുതിയെന്ന് എനിക്കറിഞ്ഞൂടാ. അപ്പോൾ ആ സംഭവം തെറ്റാണ്, അതിനകത്ത് ഫോൾസിബിലിറ്റി ഉണ്ട്. പക്ഷെ എങ്കിലും ഇന്ന് ശാസ്ത്രലോകം അതിനെ ശരിയായി അംഗീകരിച്ചതിന് പിന്നിൽ അതിനകത്ത് വ്യക്തമായി നമ്മൾ പഠിക്കുമ്പോൾ പറയും അതിനകത്ത് കുറേ കാര്യങ്ങൾ അവർ പറഞ്ഞ് ശരിയാണ്. പിന്നെ കൂടുതൽ ആൾക്കാർ അതാണ് അംഗീകരിക്കുന്നത്. പലതും നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതായത് താരതമ്യം ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് അതിനെ ഇന്നും ഒരു തിയറിയായി നിലനിർത്തിയിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? പിശാച് ഈ പ്രപഞ്ചത്തെ, ഈ ലോകത്തെ ഭരിക്കുന്നിടത്തോളം കാലം അവൻ്റെ ഒരു വ്യാജക്രിയയാണ്. അവൻ വ്യാജത്തെ സത്യത്തെക്കാൾ സത്യമായി തോന്നിപ്പിക്കും. ഹല്ലേലൂയ. മനസ്സിലാക്കുന്നുണ്ട്? ഇന്ന് നമ്മുടെ യുവതലമുറകൾ, ഇന്ന് നമ്മുടെ സമൂഹം, പ്രത്യേകിച്ചും കേരളക്കര വളരെ പ്രയാസമുണ്ട്. ഇന്ന് മറ്റ് സംസ്ഥാനങ്ങളെക്കാളും ഏറ്റവും അധികം വ്യക്തികൾ ദൈവത്തിൽ നിന്ന് അകലുകയും വിദ്യാഭ്യാസം അറിവ് എനിക്ക് അറിവ് മതി, പള്ളിയിൽ പോയില്ലെങ്കിൽ കുഴപ്പമില്ല, ട്യൂഷനിൽ പോയാൽ മതി, എനിക്ക് പള്ളിയിൽ പോയില്ലെങ്കിൽ സൺഡേ സ്കൂളിൽ പഠിച്ചില്ലെങ്കിൽ സ്കൂളിൽ പോയാൽ മതി, ഫ്രണ്ട്സിൻ്റെ കൂടെ പോയാൽ മതി, അങ്ങനെ രീതിയിൽ കുഞ്ഞിലെ മുളയിലെ നുള്ളാതെ വിടുന്ന രീതിയിൽ എല്ലാവർക്കും അവരുടെ ഫ്രീഡം കൊടുത്ത് ഇന്ന് കുഞ്ഞുങ്ങളൊക്കെ, നമ്മുടെ തലമുറകളൊക്കെ ദൈവത്തിൽ അകലുകയാണ്. കേരളത്തിൽ ഇന്നും ഒരു കൊച്ച് കൗൺസിലിങ്ങിന് കൊണ്ടുവന്നു. അവരോട് ഞാൻ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. പ്രാർത്ഥിക്കാനല്ലേ പറ്റത്തുള്ളൂ, സംസാരിക്കുന്നതിന് പരിധിയുണ്ട്. പിന്നെ പ്രാർത്ഥിച്ചു വിട്ടു. അപ്പോൾ അവനേലും ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ പള്ളിയിൽ പോകത്തില്ല, എത്ര വിളിച്ചാലും പള്ളിയിൽ പോകത്തില്ല. വിശ്വാസം പറഞ്ഞാൽ വിശ്വാസമൊക്കെ ഉണ്ട്, ദൈവത്തിൽ വിശ്വാസമുണ്ട്. പക്ഷെ അവന് പ്രാർത്ഥിക്കാൻ മടി, ബൈബിൾ വായിക്കാൻ മടി, പള്ളിയിൽ പോകാനും മടി.
പള്ളിയിൽ പോകാൻ പഠിക്കുമ്പോൾ അവന് ഭയങ്കര ദേഷ്യമാണ്, ഭയങ്കര ബഹളമാണ്. അതുകൊണ്ട് പള്ളിയിൽ പോവാറില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിനെ പറ്റിയാണ് പറയുന്നത്. ആമേൻ. ഹല്ലേലൂയ. ഈ കൊച്ചിന് വലുതായി വരുമ്പോൾ കൊച്ചും പറയും, ഞാൻ ഇത്രയും നാൾ പള്ളിയിൽ പോയില്ല, എന്നിട്ട് എനിക്ക് എന്ത് സംഭവിച്ചു, അപ്പോൾ എന്തുകൊണ്ട് ഞാൻ ഈ പള്ളിയിൽ പോകണം എന്ന് പറഞ്ഞാൽ അവനും ഇനി ചിലപ്പോൾ സംസാരിക്കരുതേ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പക്ഷേ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ അവനും ഒരു ദൈവവിരുദ്ധിയ അല്ലെങ്കിൽ വിരുദ്ധ സംസാരത്തിലേക്ക് അല്ലെങ്കിൽ ജീവിതശൈലിയിലേക്ക് പോകാൻ വലിയ താമസമൊന്നുമില്ല. ഇന്ന് നമ്മുടെ കേരള സമൂഹത്തിലാണ് ഏറ്റവും കൂടുതൽ ഇപ്രകാരമുള്ള കാര്യങ്ങൾ. ഇന്ന് കേരളം വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്നും ദൈവഭക്തിയും ഭയവും ദൈവവിരുദ്ധമായി സംസാരിക്കുന്നതിനൊക്കെ അവർക്ക് ഭയമുണ്ട്. പക്ഷെ ഇന്ന് കേരളത്തിൽ നോക്കുമ്പോൾ ഒരു പ്രത്യേക കൾച്ചർ, ഒരു വോക്ക് കൾച്ചറിൻ്റെതായിട്ടുള്ള ഭയങ്കരമായ പെനട്രേഷൻ കാരണം ഇന്ന് മാധ്യമങ്ങൾ എടുത്താലും എവിടെ എടുത്താലും ദൈവം എവിടെ പോയി, ദൈവം ഒളിച്ചിരിക്കുകയാണോ, ദൈവം ബിസിയാണോ, എങ്ങനെ തുടങ്ങിയുള്ള അനാവശ്യ കമൻറ്റുകളൊക്കെ പറഞ്ഞ് അവൻ ശാസ്ത്രമാണ് ദൈവം എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ വ്യാജത്തെ സത്യത്തെക്കാൾ സത്യമായി ധരിപ്പിക്കുന്ന രീതിയിൽ ഇന്ന് സകലവരെയും അല്പബുദ്ധി കൊണ്ട് അല്പ അറിവ് കൊണ്ട് നമ്മുടേതായിട്ടുള്ള കണ്ണുകളെ, നമ്മുടേതായിട്ടുള്ള ഹൃദയങ്ങളെ ഇന്ന് അന്ധത പിടിപ്പിച്ച് വെച്ചിരിക്കുക പിശാച്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് ബൈബിളിൻ്റെ ആയാലും അല്ലെങ്കിൽ ബിബ്ലിക്കൽ കാരണമെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തെയായാലും ആക്ച്വലി സയൻറ്റിഫിക്കലായിട്ട് പഠിക്കാൻ പറ്റുന്ന സയൻസ് തന്നെ പറയുന്നുണ്ട്. കാരണം സയൻസ് പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്? നാച്ചുറൽ വേൾഡിനെയാണ്, പ്രകൃതി അല്ലെങ്കിൽ പ്രാകൃത ലോകത്തെ നാച്ചുറൽ വേൾഡിനെയാണ്. പക്ഷേ ഈ ബൈബിൾ എന്ന് പറയുന്നത്, വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് അതൊരു സൂപ്പർ നാച്ചുറൽ വേൾഡാണ്. അത് നാച്ചുറൽ അല്ല. നാച്ചുറൽ വേൾഡ് പഠിപ്പിക്കുന്ന, അതായത് എനിക്കിപ്പോൾ വെള്ളം എത്ര ലിറ്റർ ഉണ്ടെന്ന് എനിക്ക് സ്കെയിൽ വെച്ച് അളക്കാൻ കഴിയുമോ? സ്കെയിൽ വെച്ച് അളക്കാൻ കഴിയുമോ? ഇല്ല. അതിന് വെള്ളം അളക്കുന്ന ബാരൽ അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള മെഷർമെൻറ്റിൻ്റെതായിട്ടുള്ള വെസൽസ് ഉണ്ട്. മനസ്സിലാകുന്നുണ്ടോ? വെള്ളം അളക്കുന്ന ഒരു വെസൽ, ഒരു പാത്രം എടുത്തിട്ട് എനിക്ക് എൻ്റെ ഷൂവിൻ്റെ നീളം എനിക്ക് അളക്കാൻ കഴിയുമോ? ഇല്ല. ഷൂവിൻ്റെ നീളം അളക്കണമെങ്കിൽ ഒരു ടേപ്പ് വേണം, അല്ലെങ്കിൽ സ്കെയിൽ വേണം. ഇനി ഒരു സ്കെയിൽ ഉപയോഗിച്ച് എൻ്റെ വീട്ടിലുള്ള ഒരു തേങ്ങയുടെ ഭാരം എനിക്ക് തൂക്കി നോക്കാൻ പറ്റുമോ സ്കെയിൽ വെച്ച്? ഇല്ല. ആ തേങ്ങയുടെ ഭാരം തൂക്കി നോക്കണമെങ്കിൽ ഭാരം നോക്കുന്ന ഒരു വെയിങ് മെഷീൻ്റെതായിട്ടുള്ള ആവശ്യമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഇങ്ങനെ തുടങ്ങി ഓരോന്ന് സംസാരിക്കുവാനെ തുടങ്ങുകയാണെങ്കിൽ കാറ്റിൻ്റെ വേഗതയെ പറ്റി എനിക്ക് അറിയണമെങ്കിൽ എൻ്റെ ഈ വെയിങ് മെഷീൻ വെച്ച് എനിക്ക് അളക്കുവാനേ കഴിയുമോ? ഇല്ല. അതിൻ്റെതായിട്ടുള്ള പല ടെക്നോളജീസ് ഉണ്ട്. ഇനി ഒരു വാഹനത്തിൻ്റെതായിട്ടുള്ള വേഗത അളക്കണമെങ്കിൽ എനിക്കതൊരു സ്കെയിൽ വെച്ച് അളക്കാൻ കഴിയുമോ? ഇല്ല. അതിൻ്റെ ഒരു സ്പീഡോമീറ്ററിൻ്റെ ആവശ്യമുണ്ട്. ഹല്ലേലൂയ. അല്ലെങ്കിൽ അതിന് സമയത്തിൻ്റെയും മീറ്റർ അളക്കുന്നതിനുള്ള ഒരു സംഭവത്തിൻ്റെയും ആവശ്യമുണ്ട്. ഇങ്ങനെ തുടങ്ങി ഓരോന്ന് അളക്കാൻ ഓരോ അളവ് പാത്രങ്ങളുണ്ട്. ദൈവത്തെ ഇന്ന് പലരും അളക്കുന്നത് ശാസ്ത്രമെന്ന ഒരു ചെറിയൊരു പെട്ടിക്കകത്തിരിക്കുന്ന ഒരു സംഭവം വെച്ചിട്ടാണ്. ഒരിക്കൽ ഞാൻ ഈ ഒരു സംഭവത്തെ പറ്റി പണ്ട് കോവിഡ് സമയത്ത് പ്രസംഗിച്ച് സോപ്പ് പെട്ടിക്കകത്ത് നമ്മളായിപ്പോരും സോപ്പ് പെട്ടിയിട്ട് പുറത്ത് വരണമെന്ന് ഞാൻ ശാസ്ത്രത്തിൻ്റെ കാര്യം വെച്ച് സംസാരിച്ചപ്പോൾ അത് വെച്ച് കുറേ ഒരു മീംസ് ഉണ്ടായി. കുഴപ്പമില്ല. പക്ഷെ ഞാൻ ഇന്നും പറയും, മനുഷ്യൻ്റെ അഹങ്കാരമാണ് പലപ്പോഴും ഇപ്രകാരമുള്ള വ്യാജത്തിൽ വീണു പോകാനുള്ള കാര്യം. ഹല്ലേലൂയ. നമ്മുടെ സാഹചര്യങ്ങളിൽ നമ്മൾ അതിയായി അഭയം പ്രാപിക്കാനുള്ള കാരണം നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? എന്നെ കൊണ്ടെല്ലാം കഴിയും, എൻ്റെ സാമ്പത്തികം ശരിയായാലെല്ലാം കഴിയും, എനിക്ക് ആരോഗ്യം വന്നാലെല്ലാം കഴിയും. എങ്ങനെ തുടങ്ങി നമ്മൾ പലപ്പോഴും നമ്മുടെ സാഹചര്യങ്ങളിൽ ഒരുപാട് നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നു. നമ്മൾ ഒരുപാട് അത് കൊണ്ട് കഴിയുമെന്നുള്ളൊരു ഉള്ളിനകത്തൊരു ഒരു ചിന്തയുണ്ട്. അത് കാരണമാണ് പലപ്പോഴും നമ്മൾ നമ്മുടെ സാഹചര്യങ്ങളിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. പക്ഷെ അതേ സമയത്ത് പലരുടെയും ജീവിതം നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ അവരുടെ സാഹചര്യങ്ങളിൽ അവർക്ക് ശക്തിയില്ല, അവർക്കറിയാം അവർക്ക് കൊണ്ട് കഴിയത്തില്ല, എന്നെ കൊണ്ട് ഇത്രേ പറ്റത്തുള്ളൂ എന്നുള്ള അറിവ് കൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചിട്ട് കഴിവുകളും സാഹചര്യങ്ങളും ഉള്ള ആൾക്കാർ നേടിയെടുക്കുന്ന അനുഗ്രഹങ്ങളും നേടിയെടുക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളെക്കാൾ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളിലുമാണ് സാഹചര്യങ്ങൾ കൊണ്ട് യാതൊരു വിധമായ ഒരു പോസിബിലിറ്റി ഇല്ലാത്ത പലരും ജീവിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളെ പറ്റി നാം സംസാരിക്കുകയാണെങ്കിൽ അവിടെയും പറയുവാനേ കഴിയും. ആയിരക്കണക്കിന് ആൾക്കാർ അല്ലേ വിശ്വാസത്താൽ ജീവിക്കുക. ഇന്ന് നമ്മളൊന്നും കാണാത്ത അത്ഭുതങ്ങൾ അടയാളങ്ങളും നോർത്ത് ഇന്ത്യയിൽ നമുക്ക് കാണാൻ കഴിയും. ഇനി നോർത്ത് ഇന്ത്യ വിടുക, നോർത്ത് ഇന്ത്യയിലും കാണാൻ പറ്റാത്ത അത്ഭുതങ്ങൾ അടയാളങ്ങൾ നമുക്ക് ആഫ്രിക്കയിൽ കാണാൻ കഴിയും. ഇതൊന്നും വ്യാജമല്ല, ഇതൊക്കെ വിശ്വാസമുള്ളത് കൊണ്ട്. അവരുടെ ഉള്ളിൽ അത്രയും അവർക്ക് ഹോസ്പിറ്റൽസ് ഇല്ല, അവരുടെ സമൂഹത്തിൽ ഹോസ്പിറ്റൽസ് ഇല്ല, ഡോക്ടേഴ്സ് ഇല്ല, ചികിത്സാ സൗകര്യങ്ങളില്ല, ഒരു ഫെസിലിറ്റീസും ഇല്ല. അവർക്ക് ആകെയുള്ള പോം വഴി എന്ന് പറഞ്ഞാൽ ദൈവം മാത്രമാണ്. ആകയാൽ അവർക്ക് വേറൊന്നും ആശ്രയിക്കാൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട്, അവർക്ക് ഊന്നാനായിട്ട് ഒരു ഊന്നുമടി ഇല്ലാത്തത് കൊണ്ട് അവർ ദൈവത്തിൽ ഊന്നുന്നു, ദൈവത്തിൽ ആശ്രയിക്കുന്നു. അപ്രകാരം തന്നെ ഇന്ന് നമ്മുടെ ഒന്നും മധ്യത്തിൽ കാണാത്ത വലിയ അത്ഭുതങ്ങൾ അവരനുഭവിക്കുന്നു. ഹല്ലേലൂയ. മരിച്ചവരൊക്കെ ഉയർത്തെഴുന്നേൽക്കുന്നതൊക്കെ സർവ്വസ്വാഭാവികം അവിടെ. ഹല്ലേലൂയ. ഇന്ന് കഴിഞ്ഞ നാളുകളിൽ ഞാൻ നോർത്ത് ഇന്ത്യയിലുള്ള ഒരു ചർച്ചിൽ കേട്ട ഒരു അനുഭവ സാക്ഷ്യമാണ്. അത് ടെസ്റ്റ് റിപ്പോർട്ട് ഉൾപ്പെടെ
അപ്പോൾ അതൊക്കെ നമുക്ക് ചുമ്മാ സ്റ്റേജിലാണെന്നോ അല്ലെങ്കിൽ അഭിനയിപ്പിച്ചതാണെന്നോ കള്ളം പറയാമെന്ന് പറയാൻ പറ്റില്ല. ടെസ്റ്റ് റിപ്പോർട്ട് ഉൾപ്പെടെ ഡോക്ടറിൻ്റെ സൈനും സീലുള്ളതുൾപ്പെടെ വ്യക്തമായി വന്ന് സാക്ഷ്യം പറഞ്ഞു. ആദ്യത്തെ റിപ്പോർട്ടിൽ HIV പോസിറ്റീവ്, അതിൻ്റെ HIV റിയാക്റ്റീവ് പോസിറ്റീവ്, അങ്ങനെ എന്താണ് അതിൽ എഴുതിയിരിക്കുന്നത്. ആമേൻ. അടുത്ത റിപ്പോർട്ടിൽ നോക്കുമ്പോൾ നെഗറ്റീവ്. ഹല്ലേലൂയ. ഇത് ആമേൻ മനുഷ്യനല്ല സാധ്യം, പക്ഷെ ദൈവത്താൽ സാധ്യം. ഇന്ന് നമ്മൾ പലപ്പോഴും സ്റ്റക്കായി പോകുന്നുണ്ടോ? എവിടെയൊക്കെ നമ്മൾ ഇനിയും വിശ്വാസത്തിൽ വർദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എവിടെയൊക്കെ നമ്മൾ സാഹചര്യത്തിൻ്റെ അകത്ത് നമ്മൾ അകപ്പെട്ടു പോയതുപോലെ തോന്നുന്നുണ്ടോ? ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നീ സാഹചര്യത്തിൻ്റെ അതാണ് എൻ്റെ വിധിയാണ്, ഇതെൻ്റെ വിധിയാണ്, എൻ്റെ ജീവിതം ഇങ്ങനെ പോകുള്ളൂ, എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി, അങ്ങനെ പറഞ്ഞ് നീ സാഹചര്യങ്ങളിൽ ആശ്രയിക്കുന്നത് മാറ്റി അവൻ ദൈവത്തിൻ്റെ വചനത്തിലൊന്ന് ആശ്രയിക്കുവാനേ കഴിയുമെങ്കിൽ, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നാത്ത അത്ഭുതങ്ങളും അടയാളങ്ങളും ജീവിക്കുന്ന ഒരു വ്യക്തിയായി ഇന്ന് മാറുക എന്നത് അത് അസാധ്യമല്ല. വിശ്വാസത്താൽ അത് സാധ്യമത്രേ. വചനം വിളിച്ചു പറയും, നീതിമാൻ അവൻ കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. ഇന്ന് രാത്രിയിൽ തിരിച്ചറിയുന്നവർ ആ ഇരു കരങ്ങളെ ഒന്ന് ശക്തിയോടെ ചേർത്തടിച്ച ദൈവവചനത്തെ ഒന്ന് സ്വീകരിച്ചെടുക്കാവോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്നും പലരുടെയും കണ്ണിൽ പൊടിയിടുന്ന ശാസ്ത്രത്തിൻ്റെ മറ്റൊരു ഡയലോഗാണ് ഞാൻ സ്റ്റഡി ചെയ്തപ്പോൾ കണ്ട ഒരു സൈക്കോളജിക്കൽ ഒരു ഫാക്ടറാണ്. ഞാൻ ഇവിടെ നിർത്താനായി ആഗ്രഹിക്കുകയാണ്. ഒരു സൈക്കോളജിക്കൽ തിയറിയാണ് പ്ലേസ്ബോ എഫക്റ്റ്. പ്ലേസ്ബോ എഫക്റ്റിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: ഒരു വ്യക്തിക്ക് ഒരു മോട്ടിവേഷൻ ഉണ്ടാകുമ്പോൾ, ഒരു നല്ല ചിന്തയുണ്ടാകുമ്പോൾ അവൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം ശരീരം അതിനോട് അനുസരിക്കുന്നു. അതായത് ഒരു വ്യക്തി എപ്പോഴാണ് രോഗിയാകുന്നത്? എപ്പോഴാണ് രോഗിയാകുന്നത്? ശരീരം നേരെ വർക്കാവാതിരിക്കുമ്പോൾ. ഒരാൾ ഷുഗർ പേഷ്യൻ്റ് ആവുന്നത് എപ്പോഴാണ്? പാങ്ക്രിയാസ് നേരെ വർക്കാവാതെ വരുമ്പോൾ ആണോ? ഹല്ലേലൂയ. ഇനി ഒരാൾക്ക് BP കൂടുകയോ കുറയുകയോ ചെയ്യുന്നത് എപ്പോഴാണ്? നമ്മുടെ ഹൃദയം പമ്പ് ചെയ്യുന്നതും നമ്മുടെ ബ്രെയിനിൽ നിന്ന് വരുന്നതായിട്ടുള്ള ഹോർമോൺസിൻ്റെ റിലീസ് കറക്റ്റ് ആകാതെ വരുമ്പോൾ. മനസ്സിലാവുന്നത്? അപ്പോൾ ശരീരത്തിലുള്ള ചില ഹോർമോൺസ്, ചില ഗ്ലാൻഡുകൾ, ചില ബോഡി പാർട്സ് ഇത് ശരിയായി പ്രവർത്തിക്കാതെ വരുമ്പോഴാണ് പലപ്പോഴും നമ്മൾ രോഗിയായി മാറുന്നത്, പലപ്പോഴും നമ്മൾ ഡിപ്രഷനായി പോകുന്നത്, നമ്മുടെ സന്തോഷം നഷ്ടപ്പെടുന്നത്, അസമാധാനം നഷ്ടപ്പെടുന്നത്. ഇങ്ങനെ ശാസ്ത്രീയമായി പല കാര്യങ്ങളുണ്ട്. അതൊക്കെ ശരിയാണ് എന്ന് നമുക്ക് ചിന്തിക്കാം. ഹല്ലേലൂയ. എല്ലാം അങ്ങനെ ആകത്തില്ല, ചിലതൊക്കെ പൈശാചികമായതായിട്ടുള്ളതുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അവർ പറയുന്നത് പ്ലേസ്ബോ എഫക്ട്സ് എന്ന് പറയുമ്പോൾ എൻഡോമോർഫിൻസ്, അതായത് സന്തോഷം അല്ലെങ്കിൽ ഹീലിംഗ് പ്രോസസ്സിനെ ഫാസ്റ്റ് ആക്കുവാനും സഹായിക്കുന്ന ഹോർമോൺസിനെ ഒരു ശരീരത്തിന് ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നു. പക്ഷേ അതേ ശാസ്ത്രം തന്നെ പറയുന്നു HIV-യെയും ക്യാൻസറിനെയും നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ, ഒരു വ്യക്തിയിൽ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ, ഒരു വ്യക്തിയിൽ HIV പോസിറ്റീവ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, അവിടെ ഏത് ഹോർമോൺ ഇനി വന്നെന്ന് പറഞ്ഞാലും, ഇനി എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും അവിടെ എന്തില്ല? ക്യൂറില്ല. അവിടെ എന്തില്ല? സൗഖ്യമില്ല. ഹല്ലേലൂയ. അവൻ HIV പേഷ്യൻ്റിനുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അവൻ മരണം വരെയും അവൻ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെയാണ് ശാസ്ത്രത്തിൻ്റെതായിട്ട് കണ്ടുപിടുത്തത്. കാരണം അതിനെ സൗഖ്യപ്പെടുത്താൻ കഴിയില്ല. അപ്പം ഞാൻ ചോദിച്ചു, അങ്ങനെ പ്ലേസ്ബോ എഫക്റ്റ് ആണ് ഇന്ന് പലരെയും അങ്ങനെ സൗഖ്യത്തിന് കാരണമാക്കുന്നത്, വിടുതലിന് കാരണമാക്കുന്നത്. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഈ HIV? ഞാൻ ഒരു ചാറ്റ് ബോട്ടുമായിട്ട് ഇങ്ങനെ സംസാരിച്ച് മനസ്സിലാക്കിയതാണ്, അവനത് പുറത്തു വിടണ്ട. ഹല്ലേലൂയ. അപ്പോൾ എങ്ങനെയാണ് HIV-യെ പ്ലേസ്ബോ എഫക്റ്റ് കാരണം ഒരു മനുഷ്യനെ മാറ്റാൻ കഴിയുമെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അത് അസാധ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ നമുക്ക് നല്ലതായിട്ട് തോന്നുമ്പോൾ HIV മാറൂല എന്ന് ശാസ്ത്രം തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഇന്നും കണ്ണിപ്പൊടിയിടുന്നത് എങ്ങനെയാണ്? നമ്മൾ ചോദിക്കും, ഈ പള്ളികളിൽ ഇങ്ങനെ ആൾക്കാർ സാക്ഷ്യം പറയുന്നു, പ്രാർത്ഥിച്ചപ്പോൾ അതായി. അപ്പോൾ എല്ലാവരും പറയും പ്ലേസ്ബോ എഫക്റ്റ്, പ്ലേസ്ബോ എഫക്റ്റ്. പക്ഷേ HIV മാറിയത് എങ്ങനെ ചോദിച്ചാൽ അവരിപ്പോഴും പറയും പ്ലേസ്ബോ എഫക്റ്റ്, പ്ലേസ്ബോ എഫക്റ്റ്. പക്ഷേ എടുത്ത് ചോദിക്കണം, ഈ പ്ലേസ്ബോ എഫക്റ്റിന് HIV-യെ മാറ്റാൻ പറ്റുമോ? അവൻ പറയില്ല. സ്തോത്രം. പക്ഷെ ഞാനെന്ന് പറഞ്ഞോട്ടെ, പ്ലേസ്ബോ എഫക്റ്റിന് ഇതൊക്കെ അസാധ്യമാണെങ്കിലും, നമ്മുടെ മനുഷ്യൻ്റെ ശരീരത്തിന് അത് അസാധ്യമാണെങ്കിലും, ശാസ്ത്രത്തിന് അത് അസാധ്യമാണെങ്കിലും, എൻ്റെ ദൈവമാണ് നമ്മളെ മെനഞ്ഞത്. എൻ്റെ ദൈവമാണ് നമ്മളെ ഓരോരുത്തരും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ദൈവമാണ് നമ്മളെ ഇന്ന് ഈ ലോകത്തിലാക്കി വെച്ചിരിക്കുന്നത്. ആ ദൈവത്തിന് കഴിയാത്തതായി ഒന്നുമില്ല. അവന് നമ്മുടെ ജീവിതത്തെ മാറ്റി എഴുതുവാനേ കഴിയും. അവന് നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ രൂപാന്തരപ്പെടുത്തുവാനേ കഴിയും. നമ്മുടെ ശരീരത്തെ പുതുതാക്കി തീർക്കുവാനേ കഴിയും. അതുകൊണ്ട് തന്നെ വചനം വിളിച്ച് പറയുന്നു, ഇതാ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുക. ഇതാ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാ. ഹല്ലേലൂയ. അവൻ സാഹചര്യം എന്ന വ്യാജത്തിൽ ജീവിക്കുന്നത് മതിയാക്കാം. പിശാച് പറയുന്നത് നമ്മുടെ ഉള്ളിൽ കൊണ്ടിരുന്ന തോട്ട്സ്, ഇത് ശരിയാകരുത്, ഇതെൻ്റെ വിധിയാണ്, എൻ്റെ ജീവിതം ഇങ്ങനെ പോകത്തുള്ളൂ, എൻ്റെ സാമ്പത്തിക സ്ഥിതി വെച്ച് ഇതേ നടക്കത്തുള്ളൂ, എൻ്റെതായുള്ള ആരോഗ്യം വെച്ച് ഇതേ നടക്കത്തുള്ളൂ. ആമേൻ. ക്രിസ്തുവേശു തന്നെ രക്തം കൊണ്ട് നമ്മളെ വീണ്ടെടുത്തിരിക്കുക. ഇന്ന് രാത്രി ഞാനൊന്ന് പറഞ്ഞോട്ടെ, മനുഷ്യനാണോ? മനുഷ്യർക്ക് വേണ്ടി മരിച്ചവൻ വെറുതെ അല്ല മരിച്ചത്. അവൻ നമ്മുടെ രക്ഷയ്ക്കും വീണ്ടെടുപ്പിനും വിടുതലിനും സ്വാതന്ത്ര്യത്തിനുമാണെങ്കിൽ ഇന്ന് രാത്രി അസാധ്യമെന്ന് നാം വിചാരിക്കുന്നത് എൻ്റെ ദൈവത്തിന് സാധ്യമത്രേ.
പ്രൈസ് ലോർഡ്. ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായെന്ന് വിശ്വസിക്കുന്നു. വ്യക്തിപരമായി നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ദേവദാസൻ ബ്രദർ എബി ഷാലോമിനെ കണ്ട് പ്രാർത്ഥിക്കുവാനും പറയുവാനും ആഗ്രഹിക്കുന്നവർ ശലോം പ്രയർ ടവർ തിരുമല ചൊവ്വാഴ്ച ദിവസത്തിൽ വൈകിട്ട് 4 മണി മുതൽ 8 മണി വരെയും ശലോം പ്രയർ ടവർ ഇലക്കോടിൽ വെള്ളിയാഴ്ച രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയും ദേവദാസൻ അവൈലബിൾ ആണ്. നിങ്ങളുടെ സമയം ക്രമീകരിക്കുന്നതിനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യുക. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായെങ്കിൽ തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കാനായി ശലോം മിനിസ്ട്രീസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഈ അനുഗ്രഹം മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കുന്നതിനായി ഇത് ഷെയർ ചെയ്യുക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കും.